everyone and welcome to my podcast Success 369 by Deepa Rahulishwar. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു തവണയെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ, നമ്മളെടുത്ത ഡിസിഷൻസ് ശരിയാണോ. കൂടുതലും ഇതൊരു 30-40 ഇടയ്ക്ക് നമ്മൾ വലിയ വലിയ ഗ്ലോറിഫൈഡ് ആയിട്ട് മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഗ്രറ്റ് ഇറ്റ് ഹാപ്പൻസ് ടു എവ്രി വൺ. എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഇന്നിരിക്കുന്നത് ഐ എം സോ ഹാപ്പി ടു ഹോസ്റ്റ് ദി ഓതേഴ്സ് ഓഫ് എ ലൈഫ് ചേഞ്ചിങ് ബുക്ക്. സത്യം പറഞ്ഞാൽ ഐ എം സേയിങ് ദിസ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. കാരണം അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. ബട്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ 2 ഫേവറേറ്റ് പീപ്പിൾ. കാരണം ഇത്രയും മാജിക്കായ ഒരു ഫോർമുല എനിക്ക് തന്ന ആ 2 പേരെ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ കിട്ടി. ആൻഡ് ഐ റിയലി വോണ്ട് ടു ഷെയർ ദിസ് സീക്രറ്റ് വിത്ത് ഓൾ ഓഫ് യു ഹിയർ. അതുകൊണ്ട് തന്നെ ഐ എം ഹാപ്പി ടു ഹോസ്റ്റ് ഡോക്ടർ അജയ് കുമാർ ആൻഡ് പ്രവീൺ പരമേശ്വർ, ദി ഓതേഴ്സ് ഓഫ് ദിസ് ലൈഫ് ചേഞ്ചിങ് ബുക്ക് Zero to Success in 369 days. Yeah, it's not 365. No, it's 369 days. Okay. So welcome everyone. Welcome Dr. Ajay and Praveen. And thank you because വളരെ ചെറുപ്പത്തിൽ തന്നെ ടെലിവിഷൻ പരിപാടികൾ ആങ്കർ ചെയ്ത് തുടങ്ങി. ഐ തിങ്ക് അറൗണ്ട് 17-18 ഇയേഴ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് പ്രവീണിനെ അറിയാം. അപ്പം അന്ന് തൊട്ടേ ടെലിവിഷനിൽ പ്രോഗ്രാം ചെയ്തു തുടങ്ങി. എൻ്റെ കൂട്ടത്തിലുള്ള ആരും തന്നെ ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ചെയ്തു തുടങ്ങി, സ്റ്റേജ് ഷോസ് ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ BTech പഠിച്ചു, MBA ചെയ്തു. ഞാൻ എന്നെ പുകഴ്ത്തി പറയണമെന്നാരും വിചാരിക്കരുത്. പക്ഷേ ഓണസ്റ്റ്ലി ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഒരാളെ പ്രണയിച്ച ആളെ ഞാൻ വിവാഹം ചെയ്തു. ഫ്രം സംബഡി എൽസസ് ഐസ് ഐ എം എ വെരി സക്സസ്ഫുൾ പേഴ്സൺ. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഡിഡ്ന്റ് നോ. എനിക്ക് എല്ലാവരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, നിനക്ക് എല്ലാം ഉണ്ട്, യു ഹാവ് എവറിഥിങ്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് അൺടിൽ ഞാൻ എൻ്റെ 30-35 കൃത്യമായ പ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 30-35 വയസ്സിന് ഒക്കെ ആ സമയത്താണ് ശരിക്കും എനിക്ക് തോന്നിയത്, വൈ ആം ഐ നോട്ട് സോ സ്റ്റിൽ നോട്ട് ഹാപ്പി. പുറത്തുനിന്നൊരാൾ കാണുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഐ വിഷ് യു സോ യുവർ സെൽഫ് ദ വേ വി സോ യു എന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ അല്ലല്ലോ നമ്മളെ കണ്ട്, നമുക്ക് എന്താണ് സന്തോഷം തരുന്നത്, അതല്ലേ? അങ്ങനെ ഒരു മിഡ് ലൈഫ് ക്രൈസിസ്ന്നോ റിഗ്രറ്റ് എന്നോ എന്തോ പറയുന്ന സമയത്താണ് ഞാൻ, ദാറ്റ് ഈസ് വെൻ ഐ ആക്ച്വലി കെയിം അക്രോസ് ദിസ് ബുക്ക് Zero to Success in 369 days. ഇതിൻ്റെ അകത്തൂടെ ദിസ് ഇസ് വാട്ട് ഷേപ്പ് മൈ മോട്ടോ. ഐ ടെൽ യു വാട്ട് മൈ മോട്ടോ ഇസ് ആൻഡ് ഹൗ ഇറ്റ് ചേഞ്ച്ഡ്. ബട്ട് ഐ എം സോ ഹാപ്പി ടു ഹോസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ദി ഷോ. ആൻഡ് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബേസിക് കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പലപ്പോഴും സക്സസിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഫ്രം ദി ഓതേഴ്സ് ഐ വോണ്ട് ടു ഹിയർ, ലെറ്റ്സ് സേ ഇപ്പം എനിക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ ഇറ്റ് ഈസ് അബൌട്ട് ടച്ചിങ് ലൈഫ്സ്. ആൻഡ് ഇതെനിക്ക് അറിയില്ലായിരുന്നു. വെൻ ഐ വാസ് ഇൻ മൈ 20s ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഐ തോട്ട് സക്സസ് ഇസ് അബൌട്ട് ബീങ് ഫേമസ്, ബീങ് റിച്ച്, റൈറ്റ്? ബട്ട് സക്സസ് ഇസ് അബൌട്ട് മേക്കിംഗ് മീനിങ് ഔട്ട് ഓഫ് വാട്ട് വി ഡു. നമ്മൾ ചെയ്യുന്നതിലും അർത്ഥം തോന്നണം. ഇതാണ് എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ബട്ട് ആസ് ഓതേഴ്സ് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് സക്സസ് ടു യു, സർ? യു ടെൽ മി. ദീപ ഹാപ്പിനെസ്സിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിനെസ്സിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഒരാൾ വെൻ സമ്മൺ സീംസ് ടു ബി ഹാപ്പി ഡസൻറ്റ് മീൻ ദറ്റ് എവറിഥിങ് ഗോസ് റൈറ്റ് ഇൻ ഹിസ് ലൈഫ്. സോ ട്രൂ. വാട്ട് ഗോസ് റൈറ്റ് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാട്ട് ഗോസ് ഇൻ ഹിസ് ലൈഫ്. അതാണ് ഹാപ്പിനെസ്. നമ്മളുടെ ഓരോരോ കാര്യങ്ങളോടുള്ള അപ്രോച്ച് ടുവേർഡ്സ് അവർ അപ്രോച്ച് ടുവേർഡ്സ് തിങ്സ് ഇൻ ലൈഫ്, ദാറ്റ് ഈസ് ഹാപ്പിനെസ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും ചിന്തിക്കുന്നില്ല, മറക്കുന്നു, അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സക്സസ് അതുപോലെ തന്നെയാണ്, വളരെ ആപേക്ഷികമാണ്. ഒരാൾക്ക് ദീപയ്ക്ക് സക്സസ് അല്ല, എനിക്ക് സക്സസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തുനിന്ന് കാണുന്ന സക്സസ്, നമ്മുടെ സക്സസ് ഒരു തേർഡ് പേഴ്സൻ്റെ ആംഗിളിൽ കൂടെ നോക്കിയാൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് തോന്നാം. പക്ഷെ അതിൽ കൂടെ നമ്മൾ അനുഭവിക്കുന്ന പെയിൻസ്, അതിൽ പല മേഖലകളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നമ്മുടെ ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളുടെ ആകത്തുക, ആ ആകത്തുകയെ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതാണ് സക്സസ്. അത് വി ഹാവ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ അവർ ലൈഫ്, അല്ലേ? അതായത് നമ്മുടെ റിലേഷൻഷിപ്സ് ഉണ്ട്, വെൽത്ത് ഈസ് കമ്മിങ്, കരിയർ ഉണ്ട്, നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്, കൊളീഗ്സ് ഉണ്ട്, വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ള റൈറ്റ് വേർഡാണെന്ന് എനിക്ക് അറിയില്ല. ഹാർമോണിയസ് ആയിട്ട് ഒരു ഹാർമണി കൊണ്ടുവരാം, നമ്മുടെ ഈ ഒരു സർക്കിളിനെ പൂരിപ്പിക്കുക. ദാറ്റ് ഈസ് സക്സസ് ടു മീ. അത് ശരിക്കും സാധ്യമാണോ? കാരണം നമുക്ക് എല്ലാവരെയും കൂടെ ബാലൻസ് ചെയ്യുക. ഐ അണ്ടർസ്റ്റാൻഡ് ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇറ്റ് ഈസ് ഇൻ ഗ്രേസ്. പക്ഷെ എന്നാലും എല്ലാം കൂടി ബാലൻസ് ചെയ്യുന്നൊരു വ്യക്തി എനിക്ക് വളരെ അടുത്തറിയാം, അത് വേറെ കാര്യം. പക്ഷേ ഇസ് ഇറ്റ് റിയലി പോസിബിൾ? സാർ പറഞ്ഞതൊരു ഡ്രീം സിറ്റുവേഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിലെയും നമ്മുടെ റിലേഷൻഷിപ്സും നമ്മുടെ വെൽത്തും അതേസമയം വി ഷുഡ് ഗ്രോ ഇൻ ലൈഫ്, അല്ലേ? നമുക്ക്
പൈസയാണല്ലോ എല്ലാവരുടെയും ബേസിസ് എന്ന് പറയുന്നത്. വി നീഡ് ടു ഹാവ് മോർ വെൽത്ത്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് സാധ്യമാണെന്ന് എനിക്കറിയാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ഫോർമുല നിങ്ങളുടെ രണ്ടാളുടെയും ലൈഫ് തന്നെയാണെന്ന് ഐ നോ ദാറ്റ്. ഓക്കെ, പക്ഷേ ഫോർ ദോസ് ഹു ആർ വാച്ചിങ് അസ്, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ ടു ബാലൻസ് ഓൾ ഓഫ് ദീസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ പല ഫാക്ടേഴ്സിനെ ഒരുമിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക? ഇസ് ഇറ്റ് ഈസി? നേരത്തെ പറയട്ടെ സക്സസിന് ഒരു ഫോർമുല ഇല്ല, അതെല്ലാവർക്കും അറിയാം. സക്സസ് നമ്മുടെ ബുക്കിലും സക്സസിൻ്റെ ഫോർമുല ഒന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മീനിങ് ഫുൾ സക്സസ് ആണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ പ്രവീൺ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, വളരെ ആംബിഷ്യസ് ആണ്, ആസ്പയറിംഗ് ആയിട്ടുള്ളവർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തന്നെ ബോധവാന്മാരുള്ളൂ, അതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യുള്ളൂ, അല്ലേ? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, റൂമിയുടെ കോട്ട് കേട്ടിട്ടുണ്ടോ അറിയില്ല, ആസ് യു സ്റ്റാർട്ട് ടു വാക്ക് ഓൺ ദ റോഡ് അപ്പിയേഴ്സ്. മനസ്സിലായോ? ക്ലാരിറ്റി പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ നടന്നു തുടങ്ങുമ്പോഴാണ് ക്ലാരിറ്റി, ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ക്ലാരിറ്റി വരുന്നത്. പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് പലർക്കും ക്ലാരിറ്റി വരുന്നത് ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് ട്രൈ ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ്, എന്നിട്ട് നമുക്ക് ക്ലാരിറ്റി വരുന്നു. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി, ഞാൻ നമ്മുടെ പുസ്തകത്തിൽ തന്നെ 3 ഭാഗങ്ങളുണ്ടെന്ന് അറിയാമല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. അത് ഭയങ്കര നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും റോഡ് കംപ്ലീറ്റ് കണ്ടിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കും, പക്ഷേ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ദ റോഡ് ജസ്റ്റ് അൺഫോൾഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ റിമൈൻഡർ. സാറ് UAE എമിർകോമിൻ്റെ CEO ആണ്. ഓക്കെ, പ്രവീൺ റൺസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിന്നിങ് ഓർഗനൈസേഷൻ. അതൊരു ചെറിയ കാര്യമല്ല. ഐ വോണ്ട് ടു ആസ്ക് യു പ്രവീൺ, ഈ ഗിന്നസ് കിട്ടിയ ഒരു നിമിഷമുണ്ടല്ലോ, ഐ നോ, ഐ ഹവ് സീൻ ഇറ്റ്, ഐ ഹവ് സീൻ യുവർ ഹാപ്പിനെസ്, യുവർ പ്രൈഡ്. വാസ് ദാറ്റ് യുവർ സക്സസ് മൊമെൻറ്റ്? ഇസ് ദാറ്റ് സക്സസ് ഫോർ യു? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു സക്സസ്സിനെ നമുക്ക് പല ലെയേഴ്സിൽ കാണുമെന്ന് തോന്നുന്നു. ഒന്ന്, ഒരു അൾട്ടിമേറ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഗ് തിങ് ഉണ്ടാവും ഇതിൽ. അപ്പോൾ ദ ബിഗ് തിങ്, അത് സംടൈംസ് ഇറ്റ് മേ ബി ബിഗർ ദാൻ യു, sometimes it may be bigger than life. Okay, so അതൊരു അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ആ അൾട്ടിമേറ്റ് പോയിന്റിൽ എത്തുന്നതായിരിക്കും നമുക്കൊരു പക്ഷേ ദ പീക്ക് ഓഫ് സക്സസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ക്ലാരിറ്റി, നമുക്ക് എന്ത് വേണം എന്ന്, ഞാൻ ആരാണ്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്, ഓർ ദ കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും സോ നമുക്ക് കിട്ടുന്ന ഒരു അൾട്ടിമേറ്റ് പീക്ക് ഉണ്ടാവും. സോ അതിലെത്തുന്നതായിരിക്കും നമുക്ക് ദ ബ്ലിസ് ഓഫ് സക്സസ്. പക്ഷേ അതിലെത്തിയിട്ട് മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് എൻ്റെ പീക്ക്, ദ വൺ പോയിന്റ് എന്ന് നമ്മൾ കരുതരുത്. ഇതിൽ ഒരുപാട് ഷോർട്ട് പോയിന്റുകൾ ഉണ്ടാവും. ഈ ഓരോ ഷോർട്ട് പോയിന്റുകളിലും നമുക്ക് ആ സക്സസിൻ്റെ എന്താ പറയുക, സ്റ്റെപ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിനെ തന്നെ സ്മോൾ സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റണം ഇതിൽ. സോ അങ്ങനെ ആ സ്മോൾ സക്സസ്കൾ കാണുകയും അതിൽ നമ്മൾ ഹാപ്പി ആവുകയും അതിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുകയും വേണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഗിന്നസ് റെക്കോർഡ് വിൻ ചെയ്തതായാലും മറ്റ് അവാർഡ്സ് വിൻ ചെയ്തതായാലും പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതായാലും ഇതൊക്കെ സക്സസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം ഓരോ മൊമെൻറ്റ്സ് ഓഫ് സക്സസ് ആണ്. സോ അപ്പോൾ ആ ഓരോ മൊമെൻറ്റ്സ് ഓഫ് സക്സസ്സിൽ നമ്മൾ ഹാപ്പി ആവും, സെലിബ്രേറ്റ് ചെയ്യും, നമുക്കതിനോട് ഭയങ്കര എന്താ പറയുക ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവും. സോ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയില്ലേ. സോ അപ്പോൾ നമ്മൾ അത് അടുത്ത മൊമെൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും അത് അവിടെ നടക്കും. പക്ഷേ ഇതിലെല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലാർജർ പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്ക് എന്താ പറയുക കുറച്ചുകൂടെ ഒരു ബിഗ് എമൗണ്ട് ഓഫ് സക്സസ് ഒരു പക്ഷേ അല്ലെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കൊരു വെരി ബിഗർ ബ്രോഡർ പിക്ചർ ഓഫ് നമുക്ക് എത്തേണ്ട സ്ഥലവും ഉണ്ടാവണം, അതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡെസ്റ്റിനേഷൻസും ഉണ്ടാവണം. നമ്മൾ ടൂർ പോകുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പീക്ക് തേടിയായിരിക്കും നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുക. ദാറ്റ് മേ ബി ടോട്ടലി 10 days ജേർണി. ഈ 10 days ജേർണിക്കിടയിൽ പല സ്ഥലത്തും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലവും നമ്മൾ എൻജോയ് ചെയ്യും, അതും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ അതും ആക്ച്വലി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, ഈ എത്തുന്ന സ്ഥലം മാത്രമല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ലൈഫിൻ്റെ ഓരോ മൊമെൻറ്റിനെയും നമുക്ക് കണ്ടറിഞ്ഞ് ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇതിനെല്ലാം ഒരു കണക്ഷനും ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ കണക്ഷൻ പിന്നെ വന്നോളൂ. ഗ്രേറ്റ്. ഇത് പ്രവീൺ എന്നാ ശരിക്കും ഇത് തിരിച്ചറിഞ്ഞത്? ഡിഡ് യു റിയലൈസ് ദിസ് ഇൻ യുവർ ലേറ്റർ ഈ ഗിന്നസ് ഒക്കെ കിട്ടിയതിന് ശേഷം വെൻ യു റിഫ്ലക്റ്റഡ് ബാക്ക് ആണ് പറഞ്ഞത്? അത് ഡിഡ് യു നോ ദിസ്? ഇപ്പോൾ പ്രവീൺ വളരെ ഇൻ്റലിജൻ്റ് ആയ ഒരു പേഴ്സൺ ആണ്. ചിലപ്പോൾ പ്രവീൺ ചിലപ്പോൾ 20 വയസ്സിൽ ഇത് അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചു പോകും കേട്ടോ. പക്ഷെ പ്രവീൺ ശരിക്കും എന്താണ് ഇതാണ് സക്സസ് ഇസ് നോട്ട് അബൌട്ട് റീച്ചിങ് ദി പീക്ക്, but it's the celebration of those little moments that lead to the peak എന്നുള്ളത്. when did you realize this? എനിക്ക് തോന്നുന്നത് 2-3 കാര്യമാണ്. ഒന്ന്,
ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ലാസ്റ്റ് 20 years ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, അതായത് എവറി ടൈം ഐ വോണ്ട് ടു ടച്ച് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ആൻഡ് ലീഡ് ദം ടു എ വെരി മീനിങ് ഫ്യൂച്ചർ ഇൻ ദിയർ ലൈഫ്. ഓക്കെ, അതിൽ അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം, ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവണം, ഒരു പർപ്പസ്ഫുൾനെസ് ഉണ്ടാവണം. സോ അവിടെ അവർക്ക് കിട്ടുന്ന ലൈഫിൽ അവർക്കൊരു മീനിങ് അല്ലെങ്കിൽ ഒരു അർത്ഥം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം? സോ നമ്മൾ ട്രെയിനിങ്ങിലൂടെ കുറച്ച് കാലം നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ആൾക്കാരുടെ ലൈഫിലേക്ക് സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ ചെയ്തു ദെൻ അതിൽ അവരുടെ ലൈഫിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്കതിലേക്ക് എത്തിക്കാൻ കഴിയുമോ? സോ ഇതിൻ്റെ എല്ലാം കൾമിനേഷനിലൂടെയും അജയുടെ ലൈഫിലൂടെ കിട്ടിയ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ പൂളിൻ ചെയ്തിട്ടാണ് ഈ 369 ഒരു ബുക്കിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്നത് സത്യത്തിൽ അതിൻ്റെ മീനിങ് എന്നൊരു കണക്ഷൻ ഉണ്ടെന്നും ആ ഒരു പീക്കിലേക്ക് നമുക്ക് ആൾക്കാരെ എത്തിക്കാൻ കഴിയണമെന്നും അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കുമെന്നും ആ ഡിഫറൻ്റ് ആയതിനെ സ്വയം കണ്ടെത്തുക വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണെന്നും എനിക്ക് തോന്നുന്നു. ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ഇറ്റ് ഈവൻ വെൻ തമാശയ്ക്ക് പറഞ്ഞു പോയതാണെങ്കിലും ഈവൻ വെൻ ഐ വാസ് അറൌണ്ട് 20. because since 20, so every time because എനിക്ക് തോന്നുന്നു 19 or 20 so I read a book by Viktor Frankl. So the book called Man's Search for Meaning. So Viktor Frankl actually ഒരു Jew ആണ്, ഒരു ന്യൂറോ സൈക്കാട്രിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ he was in the gas chamber, he was in the concentration camps. പുള്ളിയുടെ വൈഫ്, കുട്ടി, മദർ ഇവരെല്ലാവരെയും ഗ്യാസ് ചേമ്പേഴ്സിൽ നഷ്ടപ്പെട്ടു. സോ he was rescued by the army. So he was the only person in his family. I think his sister also got rescued by the army. So during the end of the Second World War. അപ്പോൾ അതിനുശേഷമാണ് പുള്ളി പുസ്തകം എഴുതുന്നത് മാൻ സെർച്ച് ഫോർ മീനിങ്. അപ്പോൾ അതിനകത്ത് പുള്ളി കോട്ട് ചെയ്യുന്ന ഫ്രെഡറിക് നീഷയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്. സോ ദ ലൈൻ സേസ് ദ വൺ ഹു ഹാസ് എ വൈ ടു ലീവ് ക്യാൻ ബെയർ വിത്ത് എനി ഹൗ ഇൻ ഹിസ് ലൈഫ്. അത് ജീവിക്കുന്നത് എന്തിന് എന്നതിന് ഉത്തരമുള്ള ഒരാൾ ഈ എങ്ങനെകളോട് എങ്ങനെ വേണമെങ്കിലും പൊരുത്തപ്പെട്ടുകൊള്ളും. അപ്പോൾ എനിക്കത് എങ്ങനെയാവാം, എനിക്ക് എങ്ങനെ വിജയിക്കാം, എനിക്ക് എങ്ങനെ പഠിക്കാം, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോവാം. സോ ഇഫ് യു നോ വൈ യു ഷുഡ് സ്റ്റഡി, ഇഫ് യു നോ വൈ യു ഷുഡ് വർക്ക്, ഇഫ് യു നോ വൈ ഷുഡ് യു ഏൺ, ഇഫ് യു നോ വൈ ഷുഡ് യു ടച്ച് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ, സോ യു വിൽ ഫിഗർ ഔട്ട് ദ ഹൗ ഫോർ ദാറ്റ്. ഓക്കെ, സോ അപ്പോൾ അതിൽ നിന്നാണ് ലൈഫിൽ ഒരാൾക്ക് ഒരു പർപ്പസും മീനിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ മൈ 19 or 20. So since then I got hooked up with the word purpose or meaning. Okay, so അപ്പോൾ അത് അന്ന് മുതലേ ഞാൻ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പിന്നെ you guessed it right. And ഇത് ഓരോ മൊമെന്റിലുമുള്ള സെലിബ്രേഷൻ വേണമോ എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ. സോ I think I didn't articulate it this well during that time. Okay, but I realized so it is very important. ചെറിയ ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം I was pretty clear about. പക്ഷേ റിയലൈസേഷൻ വാസ് there. പക്ഷേ അത് ഇത്ര ഭംഗിയായിട്ട് ഒരു പക്ഷേ ഞാനത് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അത് റിയലൈസേഷൻ വാസ് there. ഈ 1920 പ്രവീൺ റിയലൈസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ 20 years 1920 എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും 1920 ബട്ട് ദെൻ അറൗണ്ട് 20s നമ്മുടെ ഏജ് ഓഫ് 20s എന്ന് പറയുമ്പോഴാണ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ജെൻസീസ് എന്ന് പറയുന്നത്. നമ്മുടെ ക്രൂഡ് ഇടയിൽ തന്നെ ഒരു ജെൻസി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ജെൻസി എന്ന് പറയുന്നത് ഒരു നമ്മളിപ്പോഴും ആൻഡ് ഐ ഡോണ്ട് നോ വെദർ വി ഷുഡ് ഡു ദാറ്റ്. നമ്മൾ ജെൻസീസിനെ ഒരു കംപ്ലീറ്റ്ലി വേറൊരു വിഭാഗമായിട്ട് കാണണോ എന്നുള്ളത് ഡിബേറ്റബിൾ ആണ് കേട്ടോ, അത് വേറൊരു ഡിബേറ്റ്. പക്ഷേ ഐ ഹാവ് ബീൻ ഇൻ ടു HR ഫോർ ക്ലോസ് ടു 18 years റൈറ്റ് നൗ. അപ്പം ഞാൻ പല മില്ലേനിയൽ മാനേജേഴ്സിനെ കണ്ടിട്ടുണ്ട്, ജെൻസീസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ CV-യിൽ ഞങ്ങൾ പലപ്പോഴും എത്രത്തോളം വർഷം ഒരു കമ്പനിയിൽ നിൽക്കുന്നോ അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. ദാറ്റ് ലോയൽറ്റി ബ്രിങ്സ് എ ലോട്ട് ഓഫ് ഹാപ്പിനെസ് അല്ലേ. പക്ഷേ ഇന്ന് ആസ് HR ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയി വരുന്നു, ആ എംപ്ലോയി കുറച്ച് നാൾ നിൽക്കുന്നു, ഒരു മാക്സിമം 1 year 2 years നിൽക്കുന്നു, അവർക്ക് പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അവർക്ക് ഈ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ അത്രയും ഹാപ്പിനെസ്. ഓക്കെ, ഐ തിങ്ക് ഫ്രം മൈ എക്സ്പീരിയൻസ് സക്സസ് ഫോർ സംബഡി ഫ്രം ദാറ്റ് ഏജ് ഗ്രൂപ്പ് ടുഡേ എന്ന് പറയുന്നത് മണി അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ തന്നെ ഗ്രോ ചെയ്യുക അങ്ങനത്തെ അല്ല. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് പേഴ്സണൽ ഗ്രോത്ത്. ആം ഐ റോങ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും പല രീതിയിൽ, ഇപ്പോൾ സാറിൻ്റെ എമർകോമിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. സോ സാറിന് എന്താണ് തോന്നുന്നത്? ആൻഡ് യു ആർ ഓൾസോ എ ഫാദർ ടു two beautiful lovely daughters. What do you think is success to somebody from a Gen Z group? എനിക്ക് തോന്നുന്നു നമ്മളെ ജീവിതത്തിനെ കാണുന്ന പോലെയല്ല ജെൻസീസ് കാണുന്നത്. അങ്ങനെ കാണാനായിട്ട് നമുക്ക് അവരോട് പറയാൻ പറ്റുമില്ല. അതിലൊരു പ്രധാന കാരണം കഴിഞ്ഞ 25 വർഷത്തെ മാറ്റങ്ങൾ നോക്കൂ.
2000 വരെ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണോ? 70-ലാണ് ഞാൻ ജനിച്ചത്. ആ 30 വർഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല സമൂഹത്തിലായാലും എനിക്കറിയുന്നവരുടെ ഇടയിലും. പക്ഷേ 2000-ന് ശേഷമുള്ള നമ്മുടെ സമൂഹത്തിലും ഈ ലോകത്തിന് തന്നെ ഉണ്ടായ മാറ്റങ്ങൾ എത്ര അധികമാണെന്ന് നോക്കൂ. അതുമാത്രമല്ല 2020 നമ്മളെ കോവിഡ് ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുലുക്കുകയാണ്. അപ്പോൾ കോവിഡ് ഉണ്ടാകുന്ന സമയത്ത് 1-2 വർഷം ഇവരെല്ലാവരും വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ പല കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട്, ചിലർ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നുണ്ട്, ചിലർ ജോലിക്ക് ശ്രമിച്ചവരുണ്ട്. അപ്പോൾ ലൈഫിൽ ഒരു ലോകമഹായുദ്ധം, അതായത് 1-ാം ലോകമഹായുദ്ധമോ അല്ലെങ്കിൽ 2-ാം ലോകമഹായുദ്ധമോ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളുടെ അതേ അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ ജൻസികൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാനസിക നിലയിൽ നിന്നിട്ട് വേണം നമ്മൾ അവരെ കാണാൻ. അതിനാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എൻ്റെ കുട്ടികളുടെ കാര്യം പറയാം. കോവിഡിന് ശേഷം അവർ മാസ്ക് ഇട്ടിട്ട് മാത്രം, മാസ്ക് നിർബന്ധമല്ലാത്ത സമയത്ത് പോലും പല കുട്ടികൾക്കുള്ള അവസ്ഥയാണത്. അവർ മാസ്ക് ഇട്ടേ പുറത്തു പോവുള്ളൂ. സം കൈൻഡ് ഓഫ് ആൻസൈറ്റി. ആ കാലത്താണ് ഏറ്റവും അധികം കുട്ടികൾ തെറാപ്പിക്ക് വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഈ മാസ്ക് ഇട്ട് പോകുക എന്നുള്ളത് അത് അവർക്ക് എന്തോ തരത്തിലുള്ളൊരു സേഫ്റ്റി കൊടുക്കുന്നു. എൻ്റെ മക്കൾ തന്നെ മാസ്ക് ഇട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം നമ്മളുടെ ജനറേഷൻ എൻ്റെ ജനറേഷൻ മാസ്ക് ഇടാനേ സമ്മതിക്കാറുന്നില്ല, അല്ലേ? കോവിഡ് സമയത്ത് തന്നെ മാസ്ക് ഇടാതെ നടന്ന ആളുകളാണ് 70-കളിൽ ജനിച്ചവർ. അവർക്ക് എന്തോ അഭിമാനമായിരുന്നു മാസ്ക് ഇടാതെ പോകാനായിട്ട്. അപ്പോൾ അത് 2 തരത്തിലുള്ള മൈൻഡ് സെറ്റാണ്. പിന്നെ ഞങ്ങളുടെ കാലത്തെ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആദ്യം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ ഒരു ജോലി കിട്ടണം. എന്ത് ജോലി നമുക്ക് ഇഷ്ടമാണോ എന്നുള്ളതല്ല, ഏറ്റവും നന്നായി പോകാവുന്ന ജീവിതം നന്നായി കൊണ്ടുപോകാവുന്നൊരു ജോലിയാണ് കിട്ടുന്നത്. അവിടെ പോകുമ്പോൾ ബോസ് പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ എൽഡേഴ്സ് പറയുന്നത് കേൾക്കണം എന്നെല്ലാം നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഒരു ജെൻസിക്ക് അങ്ങനെയല്ല. അവർക്ക് ആ നീഡ് ഒന്നാമതില്ല. മോസ്റ്റ് ഓഫ് ദം ആർ എബവ് ആവറേജ് ഇന്നത്തെ കാലത്ത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവർ പർപ്പസിനെയാണ് നോക്കുന്നത്. അവർ വർക്ക് ലൈഫ് ഹാർമോണിയാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് ജീവിതത്തിലെ ബാലൻസിങ് വേണം. എൻ്റെ മകളോട് കരിയറിനെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് വോണ്ട് വാട്ട് യു വാണ്ടഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അച്ഛൻ ആഗ്രഹിച്ചതല്ല, അച്ഛൻ്റെ കാലത്ത് ആഗ്രഹിച്ചതല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ സക്സസ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ ഡെഫിനേഷൻ ഈസ് ചേഞ്ചിങ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതേസമയം അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെത്രയോ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനും അവർക്ക് ഒരു മടിയില്ല. അതിൽ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ മേ ബി ദാറ്റ് വിൽ ബി ദെയർ സക്സസ്. അതെ. അതേസമയം മോസ്റ്റ് ഓഫ് ദ കോർപ്പറേറ്റ്സ്, ഒരു CEO CXO ലെവലുള്ള എല്ലാ ആളുകളും 70s-ലോ 80s-ലോ ജനിച്ചവരാണ്. അപ്പോൾ ഈ ആ ജനറേഷൻ്റെ ആ ഗ്യാപ്പ് ആണ് നമുക്ക് ജെൻസികളെ മനസ്സിലാകാതെ വരുന്നതും ജെൻസികൾ ലേസിയാണെന്ന് പറയുന്നതും സമയത്തിന് വരുന്നില്ല എന്ന് പറയുന്നതൊക്കെ. ജെൻസീസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻ അറൗണ്ട് എങ്ങനെ ഇവർ റിലേഷൻഷിപ്സിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ മുറിയിലിരിക്കുന്ന നമ്മൾ 3 പേരുടെയും കാര്യം എടുത്താലും നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാം, കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയാം, വി ഹവ് ഹാഡ് ക്വൈറ്റ് ഗുഡ് റിലേഷൻഷിപ്സ് ഇൻ അവർ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, നമ്മുടെ മാരേജ് ആണെങ്കിലും ശരി, നമ്മൾ ആരുമായിട്ടാണോ എനിക്കറിയാം പ്രവീണും രാഹുലും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ്. സോ ദർ ആർ ഫ്രണ്ട്ഷിപ്സ് വിച്ച് ഗോ ബിയോണ്ട് 20 years ഉള്ള ഫ്രണ്ട്ഷിപ്പ്, സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അതേപോലെ ഐ നോ ഹൗ യു ഹാവ് എ ലവ്ലി വൈഫ് ആൻഡ് ഹൗ what a great family man you are. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഓക്കെ, how can you be successful in a relationship? I don't know, എന്നെ ആരും ഇതിന് വേണ്ടി ആരും ചീത്ത വിളിക്കരുത്, പക്ഷേ ഐ ഹാവ് സീൻ ദാറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം റിലേഷൻഷിപ്പിൽ വന്നാൽ ഉടനെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഇതിലേക്കൊക്കെ പോകുന്നവർ നമ്മളിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് യങ് ഏജിൽ കാണുന്നുണ്ട്, റൈറ്റ്? അപ്പം വാട്ട് ഡു യു തിങ്ക് സക്സസ് ഇസ് ഇൻ എ റിലേഷൻഷിപ്പ്? ബിക്കോസ് റിലേഷൻഷിപ്പിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ മാത്രമല്ല മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ട്, അല്ലേ? സോ അവിടെ സക്സസ്, ഐ ഹാവ് മെയിൻറ്റെയിൻ സം ഗുഡ് റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി എന്ന് പറയാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? എനി വൺ ഓഫ് യു? പ്രവീൺ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്സിൽ അത് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നത് ദ ഫസ്റ്റ് തിങ്, ആ റിലേഷൻഷിപ്പ് നന്നായി പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം നമുക്കുണ്ടാവരുത്. അതായത് യുവർ ഇൻറ്റൻഷൻ ടു റൺ എ റിലേഷൻഷിപ്പ് വിത്തൗട്ട് പ്രോബ്ലം ഈസ് ദ കീ കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ്. Because you expect there shouldn't be any problem. Okay.
സോ അപ്പോൾ ദീസ് ആർ 2 ഡിഫറെൻറ്റ് പീപ്പിൾ റൈറ്റ്. ലെറ്റ്സ് ടേക്ക് ഫാമിലി റിലേഷൻഷിപ്പ്. അല്ല ഹസ്ബൻഡും വൈഫും അവർ രണ്ടും 2 ആൾക്കാരാണ്. 2 കൾച്ചർ, 2 സിസ്റ്റം, 2 ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വായിച്ച പുസ്തകങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, പഠിച്ച സ്ഥലങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, രണ്ടുപേരുടെയും ജനറ്റിക്കൽ കോൺസ്ട്രക്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നാച്ചുറലി ദേ ആർ 2 ഡിഫറെൻറ്റ് പീപ്പിൾ. അപ്പോൾ ഈ 2 പേർക്കും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 2 അഭിപ്രായങ്ങളുണ്ടാവും, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള 2 പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും, 2 കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ചുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കെന്താ സംഭവിക്കുക, ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ലൈഫാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ പ്രശ്നം കയറി വരുമ്പോൾ പോലും നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഏറിയേറ്റ് ചെയ്യും. കാരണം പ്രശ്നങ്ങളില്ലാത്ത ലൈഫാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയെ സത്യത്തിൽ കുറച്ച് താഴോട്ട് കൊണ്ടുവരണം. പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. സോ യു ഷുഡൻറ്റ് എക്സ്പെക്ട് എ റിലേഷൻഷിപ്പ് വിത്തൗട്ട് എ പ്രോബ്ലം. സോ ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ ഇൻ ആൻ ഓഫീസ്. ഓക്കെ, സോ ഒരു ഓഫീസിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഓൺടർപ്രണർഷിപ്പിൻ്റെ കാലമാണ് അല്ലേ. സോ ഒരു കോ ഫൗണ്ടേഴ്സ് ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഈ കോ ഫൗണ്ടേഴ്സ് പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരൊക്കെ ആയിരിക്കും. പലർക്കും ലൈഫിനെ കുറിച്ച് പല പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും, പലർക്കും വേണ്ടത് പലതായിരിക്കും. ചിലർക്ക് ഇമ്മീഡിയറ്റ്ലി പൈസ വേണ്ടി വരും, ചിലർക്ക് പിന്നെ പൈസ വേണ്ടി വരും, ചിലർക്ക് പ്രൊഡക്റ്റിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് ഇത് എത്രയും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിരിക്കും താല്പര്യം, ചിലർ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ സോ യു ഷുഡ് റിയലൈസ് ദ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. സോ പ്രോബ്ലംസ് ആർ നാച്ചുറൽ. അവിടെ പ്രോബ്ലംസ് ഇല്ലെങ്കിലാണ് അത് അൺനാച്ചുറൽ ആവുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ അതിനർത്ഥം എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രോബ്ലംസ് ഇല്ലെങ്കിൽ അതിനർത്ഥം അവിടെ ആരോഗ്യം അഭിനയിക്കുകയാണെന്ന്. ഓക്കെ, കാരണം പ്രോബ്ലംസ് നാച്ചുറലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അത് സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. സോ ഇസ് ഇൻ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യു ഷുഡ് ബി റെഡി ടു ബി ഓക്കെ വിത്ത് പ്രോബ്ലംസ്. ആൻഡ് നമ്പർ 2, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് 2 പേർക്കും ഒരുപക്ഷെ ഒരേപോലെ വിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. So you should be ready to lose also. Okay, sometimes you should be ready to live it. ചില ഡിബേറ്റുകൾ, ചില ഡിസ്കഷനുകൾ, ചില നിർബന്ധങ്ങൾ, ഇത് ചിലപ്പോൾ നമുക്ക് ശരിയെന്നറിയുന്ന കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. കാരണം അത് അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം നമുക്ക് വേണ്ടത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ നല്ല റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് സോ നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്തും പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നാണ് അല്ലേ. പക്ഷെ അത് സത്യത്തിൽ ഇച്ചിരി ഓവറാണ്. അങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാം പറയുകയും എല്ലാം ചെയ്യുകയും അല്ല നമുക്ക് വേണ്ടത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിയാലും ചെയ്യണമെന്ന് തോന്നിയാലും പറയണമെന്ന് തോന്നിയാലും എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നിയാലും യു ഷുഡ് ബി റെഡി ടു നോട്ട് ഡു ദാറ്റ്. ഓക്കെ, സോ അതൊരു അഭിനയമല്ല, അതൊരു അഭിനയമോ ഹിപ്പോക്രസിയോ അല്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് റെസ്പെക്ടിങ് ദ അതർ പേഴ്സൺ. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് റെസ്പെക്ടിങ് ദ അതർ പേഴ്സൺ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദീസ് ആർ ലൈക്ക് ഫണ്ടമെന്റൽ. ലൈക്ക് ഇതിനൊന്നും ഭയങ്കര ഇൻ്റലിജൻ്റായ തീരുമാനങ്ങളൊന്നും അല്ല. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ബേസിക് സാധനമാണ്. നമ്പർ 1, ഏത് ഫാമിലി ആവട്ടെ, ഓഫീസ് ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, പീപ്പിൾ ഡിഫറെൻ്റ് ആണെന്നും പ്രോബ്ലംസ് നാച്ചുറൽ ആണെന്നും നമ്മൾ തിരിച്ചറിയുക. നമ്പർ 2, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകലാണ് നമ്മുടെ റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക. നമ്പർ 3, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്ന അർത്ഥം എപ്പോഴും നിങ്ങൾ ജയിക്കുകയും മറ്റേ ആൾ തോക്കുകയും നിങ്ങൾ പിടിച്ച മുയലിൽ 3 കടുമ്പ് എന്നുള്ളതല്ല. സംടൈംസ് യു ഷുഡ് ബി റെഡി ടു ലീവ് ഇറ്റ് ഓൾസോ. ഓക്കെ, ദെൻ 4, സോ ചില സമയത്ത് യു ഷുഡൻറ്റ് എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ ദ റൈറ്റ് വേ. യു മേ ബി എക്സ്പ്രസിങ് വാട്ട് യു ആർ നോട്ട് റിയലി തിങ്കിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ ചിന്തിക്കുന്ന എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പാടുമില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നതെന്നറിയോ, സോ നമ്മൾ ഭയങ്കര മറ്റേ പ്യൂരിറ്റാറിയൻ രീതിയിൽ നമ്മൾ പിടിക്കും. നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്തും അത് എക്സ്പ്രസ് ചെയ്യണം. അത് അപ്പോഴാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നത്. എനിക്ക് തോന്നുന്നില്ല അപ്പോഴാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് വരുന്നത് എന്ന്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നുന്ന എല്ലാം നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, മനസ്സിലാവും. അപ്പോൾ ചില കാര്യങ്ങൾ ആ രീതിയിൽ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദെൻ 5-മത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, സോ ഇതിനൊരു ബാലൻസാണ്. അതായത് ഈ ചില സമയത്ത് നമുക്കൊരു ഫാമിലി, ഓഫീസ് അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം നമുക്ക് ഉണ്ടാവണം ഒരു പരിധി, ഒരു ഗുഡ് തിങ് ആയിട്ട്. അതിൻ്റെ കാരണം ഇതിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നേരത്തെ പറഞ്ഞ ആങ്സൈറ്റി, ബുദ്ധിമുട്ട്, പ്രശ്നമൊക്കെ നാച്ചുറലി ഉണ്ടാവാം അല്ലേ. അപ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ വേറെ എവിടെയെങ്കിലും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം കിട്ടും. അപ്പുറത്തൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് വെൻറ്റ് ഔട്ട് ചെയ്യാനോ ഒരു സപ്പോർട്ട് സിസ്റ്റമോ കിട്ടും. ഇനി അതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ യു ഷുഡ് ഷുവർലി ടേക്ക് എ ട്രീറ്റ്മെൻറ്റ്. I mean, in a very positive way. In a very positive way, you should really take a very scientific scientific treatment for that. So ആ രീതിയിൽ മാനേജ് ചെയ്യേണ്ടതാണ് റിലേഷൻഷിപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി. ഇപ്പം പറഞ്ഞല്ലോ നമുക്കൊരു വൈഡർ വേറൊരു ഓൾട്ടർനേറ്റ് ഒരു അവന്യൂ വേറെ നമുക്കിത് വെൻറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു വെന്യൂ. ദാറ്റ് ബ്രിങ്സ് മീ നമ്മുടെ ഈ ബുക്കിൽ. അതേസമയം ദീപ, ഒരു
ഐഡിയൽ റിലേഷൻഷിപ്പ് ജിം കൊളിൻസിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഐ തിങ്ക് ദാറ്റ് വർക്ക്സ് ഇൻ എ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ ഇൻ ദ ഫാമിലി. അതായത് രണ്ട് പേര് തമ്മിലുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ലവ് എലിമെൻ്റ് അല്ലേ, അതെല്ലാവരും നമ്മൾ സമ്മതിക്കുന്നുണ്ടോ? അതേസമയം രണ്ട് പേര് തമ്മിലുള്ള ഒരു ഞാനും പ്രവീണുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എടുക്കും. ആ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതിൽ ഞങ്ങൾ ഒരുമിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരു ബിസിനസ് ആസ്പെക്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ രണ്ട് പേരോടും ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ ആരാണ് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഞാനാണെന്നായിരിക്കും. അത് ചിലപ്പോൾ പ്രവീണിനോട് ചോദിക്കുമ്പോൾ അത് പ്രവീൺ എന്നാണെങ്കിൽ, ഐ എം നോട്ട് സെയിങ് പ്രവീൺ, അങ്ങനെയാണെങ്കിൽ അതാണ് ഐഡിയലി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൊടുക്കൽ വാങ്ങൽ എല്ലാം ഉണ്ട്, വെറും വാങ്ങൽ മാത്രമല്ല കൊടുക്കലുമുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആളുകളെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നെയുണ്ട് അല്ലേ. ഒരു ഉദാഹരണം മഹാഭാരതത്തിൽ നടക്കും, നമ്മുടെ എപ്പിക്കിൽ നിന്ന്. കർണനും അർജുനനും ഈക്വലി ഗുഡ് രണ്ടുപേരും. പക്ഷെ അതേസമയം കർണനാണോ കൂടുതൽ നല്ല പോരാളി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം കർണനായിരിക്കും. എന്നാൽ കർണന് ആരാണ് സാരഥിയായിട്ട് വന്നത്? ശല്യരെയാണ്. ശല്യർ ശ്രീകൃഷ്ണൻ്റെ അടുത്ത ആളാണ്. അത് കർണൻ്റെ ചോയ്സും കൂടിയായിരുന്നു. ആരും കർണനോട് പറഞ്ഞില്ല ശല്യരെ സാരഥിയായിട്ട് എടുക്കണത്. പക്ഷേ ഏറ്റവും നല്ല സാരഥി ആരായിരുന്നോ ആളെ കർണന് കൊടുത്തപ്പോൾ കർണൻ സ്വീകരിച്ചു. പക്ഷെ അതേസമയം അർജുനൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ ഒരു നല്ല തേരാളിയല്ല, പക്ഷേ ശ്രീകൃഷ്ണൻ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആളാണ്, ഏത് സമയത്തും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണെന്ന് അർജുനന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രീകൃഷ്ണനെ സ്വീകരിച്ചു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു വോറിനെ എങ്ങനെ മാറ്റിയെന്ന് നോക്കൂ. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ വേണം, എന്ത് വേണമെന്ന് നമ്മൾ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അത് ചൂസ് ചെയ്യുന്ന ആളുടെ മേളിലാണ്, അത് മറ്റൊരാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റും എനിക്ക് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കാറില്ലേ? എന്തുകൊണ്ട് എല്ലാ ആളുകളും എൻ്റെ അടുത്ത്, ഈ മോശം ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരുന്നു? എന്തുകൊണ്ട് ഞാൻ എപ്പോഴും മോശം കമ്പനിയിൽ വരുന്നു? എനിക്ക് കിട്ടുന്ന ബോസ് എന്തുകൊണ്ട് എപ്പോഴും മോശമാവുന്നു? നിങ്ങൾ തന്നെയാണ് മോശം. അത് ബോസിൻ്റെ കുറ്റമല്ല, നമ്മുടെ സ്പൗസിൻ്റെ കുറ്റമല്ല, ഫ്രണ്ട്സിൻ്റെ കുറ്റമല്ല. It's about the choices you make. The choices you make in life. Okay. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഐഡിയൽ ഫ്രണ്ട്ഷിപ്പ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ കോൺസെപ്റ്റാണ്. യു ഗ്രോ ടുഗെദർ. അതായത് ഹൂ വിൽ ബെനിഫിറ്റ് മോർ എന്ന് പറയുമ്പോൾ ബോത്ത് ഓഫ് ദം ഷുഡ് ഫീൽ ദാറ്റ് ഈ ഫ്രണ്ട്ഷിപ്പിൽ രണ്ടുപേരും ഒരുപോലെ വളരുന്നു എന്ന് പറയുന്നതാണ്. അതിലൊരു സെൽഫിഷ്നെസ് ഉണ്ട്, പക്ഷേ സെൽഫ്ലെസ് അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ബ്യൂട്ടിഫുൾ കറക്റ്റ്. ഇത് പറയുമ്പോൾ തന്നെയാണ് ഈ ബുക്കിനകത്ത് നമ്മൾ 3 സെക്ഷൻസിലാണ് നമ്മൾ സക്സസ്സിനെ കണ്ടെത്താനായിട്ട് നമ്മൾ ആൾക്കാരെ നാവിഗേറ്റ് ചെയ്യുന്നത് അല്ലേ, റീഡേഴ്സിനെ നാവിഗേറ്റ് ചെയ്യുന്നത്. ഇതൊരു ബുക്ക് മാത്രം, ഇറ്റ്സ് എ ബുക്ക്, ദറ്റ്സ് നോട്ട് എ ബുക്ക് എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് നോട്ട് എ ബുക്ക് അലോൺ, വിൽ കം ടു ദാറ്റ്. പക്ഷേ ഈ ബുക്കിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സാർ പറഞ്ഞു നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം സാറിൻ്റെ ഈ ബുക്കിനകത്ത് കറ്റാലിസിസ് എന്ന് പറയുന്ന 9, 3 എന്ന് പറയുന്ന ക്ലാരിറ്റി, 6 എന്ന് പറയുന്ന കോൺഗ്രുവൻസ്, അലൈൻമെൻറ്റ് പറയാതെ 9 എന്ന് പറയുന്നത് കറ്റാലിസിസ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. അപ്പോൾ ഈ കറ്റാലിസിസിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കോർ ടീം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത്, അതായത് നമ്മുടെ റിലേഷൻഷിപ്സിൽ നമ്മൾ ഒരുമിച്ച് വളരുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോർ ടീമായിരിക്കാം ഒരു പക്ഷേ അല്ലേ. സോ നമ്മൾ ചെയ്യുന്ന ചോയ്സസ് ആണെന്നും പറഞ്ഞു. സോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഞാൻ ഉൾപ്പെടെ, എനിക്ക് ബുക്ക് വായിച്ചതുകൊണ്ട് അറിയാം, പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ക്വിക്കായിട്ട് പറയാൻ പറ്റുമോ, ഹൗ ഡു യു ചൂസ് യുവർ കോർ ടീം? എന്താണ് ആ കോർ ടീമിൻ്റെ റെസിപ്പി? എന്താണ് കോർ ടീം എന്ന് പറയുമ്പോൾ 4-5 ചേരുവകൾ ഒരുമിച്ച് വരുന്നതായിരിക്കുമല്ലോ ഒരു കോർ ടീം എന്ന് പറയുന്നത്. ആ ചേരുവകൾ എന്തൊക്കെയാണ്? വാട്ട് ഷുഡ് യു ലുക്ക് ഫോർ ഇൻ യുവർ കോർ ടീം മെമ്പർ? അതൊന്ന് ഫ്രം എൻ ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പറയാൻ പറ്റുമോ സർ? ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് നമുക്കൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് എടുക്കുകയാണെങ്കിൽ കേപ്പബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഒരു ഗ്രാഫിൻ്റെ 2 ഭാഗത്ത് നമ്മൾ വെച്ച് നോക്കൂ. അതിൽ കേപ്പബിലിറ്റി ഏറ്റവും കൂടുതലൊരാൾ, കമ്മിറ്റ്മെൻറ്റ് വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ ലോയൽറ്റി എന്ന് പറയാം, ലോയൽറ്റി വളരെ കുറഞ്ഞൊരാളെ. എന്നാൽ ലോയൽറ്റിയും കേപ്പബിലിറ്റിയും ഏകദേശം ഒരേ അളവിൽ, ഈസ് നോട്ട് വെരി കേപ്പബിൾ, പക്ഷേ ലോയൽറ്റി ഈസ് വെരി ഹൈ. അങ്ങനത്തെ ഒരാളെയാണോ ദീപയുടെ ടീമിൽ സെലക്ട് ചെയ്യുക? ഞാൻ ചിലപ്പോൾ ലോയൽറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ദീപ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. കാരണം നമ്മുടെ കേപ്പബിലിറ്റി സ്കില്ലാണ്, അത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മളുമായിട്ട്
നമ്മളുടെ കെമിസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും നമ്മളെപ്പോഴും അട്രാക്ട് ചെയ്യുക. നമ്മുടെ 10th സ്റ്റാൻഡേർഡിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല ഇന്ന്, അല്ലേ? പക്ഷെ അതിൽ കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുമ്പോൾ കൊളീഗ്സ് ഉണ്ടാവും, അതിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഉരുത്തിരിയുന്ന പല ആളുകളും ഓർഗനൈസേഷൻ, നമ്മുടെ പുസ്തകത്തിൻ്റെ തന്നെ ഒരു ട്രെയിനിങ്ങിനെല്ലാം ചെയ്യുമ്പോൾ ദീപ തന്നെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട്. എല്ലാ ആളുകളും നമ്മുടെ ലൈഫിനെ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാവുന്നു. കാരണം നമ്മുടെ അഡ്രസ്സ് തന്നെ ഓർഗനൈസേഷനാണ്. എൻ്റെ അഡ്രസ്സ് എമിർകോം CEO എന്ന് മാത്രമാണെങ്കിൽ നാളെ ഞാൻ റിട്ടയർ ചെയ്ത് പോകേണ്ട ഒരാളാണ്. അപ്പോൾ അജയ് എന്നുള്ള പേര് തന്നെ റെലവൻസ് ഇല്ലാതെയാവും. അങ്ങനെയാണ് പലപ്പോഴും റിട്ടയർമെൻറ്റിന് ശേഷം പല ആളുകളും വിസ്മൃതിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ജിം കോളിൻസിൻ്റെ അതാണ് ഐഡിയൽ. എനി റിലേഷൻഷിപ്പ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ അതാണ് അതിലത്തെ നമുക്ക് 2 പേര് തമ്മിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരിൽ എല്ലാവരും പറയാണ് മറ്റൊരാൾക്ക് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ ഐ എം മോർ ദാൻ ഹാപ്പി ഫോർ ഹിം. അതേസമയം എനിക്ക് കിട്ടിയാലും ഈസ് ഹാപ്പി. ആ ആൾക്ക് അച്ചീവ്മെൻറ്റ് കിട്ടാനായിട്ട് ഞാൻ ഏതറ്റം വരും ശ്രമിക്കും. അത് നമ്മുടെ ടീമിന്, നമ്മുടെ ഓർഗനൈസേഷന്, നമ്മുടെ ഫാമിലിക്ക് ഒക്കെ അതിൻ്റെ ബേസിൽ തന്നെയല്ലേ ഒരു വൈഫും ഹസ്ബൻഡുമായിട്ട്. എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നില്ല, ഷീസ് എ ഹൗസ് വൈഫ്. ലോകത്തിൽ പറയും ഒരു പ്രതിഫലവും കിട്ടാത്ത ഏറ്റവും ചീപ്പ് ലേബറാണ് എന്ന് പറയും. സ്ത്രീകൾ തന്നെ പറയുന്ന കാര്യമാണ്, അല്ലേ? പക്ഷെ അങ്ങനെ ഒരാളെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക. എൻ്റെ എല്ലാ സക്സസിൻ്റെ പിന്നിലും എൻ്റെ വൈഫിന് പങ്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫാമിലി അങ്ങനെ നിലനിർത്തി കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്ക് പുറത്ത് ഇത്രയും ആക്റ്റീവ് ആവാൻ സാധിച്ചത്. അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്കുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണാൻ പറ്റുള്ളൂ. ദാറ്റ്സ് നോട്ട് ഈസി. നോട്ട് അറ്റ് ഓൾ ഈസി. ലോയൽറ്റി ഫാക്ടർ ഇപ്പം നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. നമ്മുടെ സ്കൂളിലുള്ള സാർ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. നമുക്ക് എത്ര പേര് വി തോട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആയിരിക്കും, ഫോർ ലൈഫ് ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതിൽ നിന്ന് എത്ര പേര് ഫിൽറ്റർ ചെയ്ത് നമ്മളോട് ഇപ്പോഴും ഉണ്ട്. ഞാൻ 2 എക്സാമ്പിൾസ് പറയാം, നമുക്കൊക്കെ അറിയുന്ന. ഒന്ന് ഒരു സിനിമയെന്ന് പറയാം, ഒന്ന് സ്കൈലാബ് എന്നുള്ള 80കളിലത്തെ വലിയ ഒരു മിഷനായിരുന്നു, സ്പേസ് മിഷൻ. അപ്പോൾ സ്കൈലാബ് എന്നുള്ള സ്പേസ് ജെറ്റ്, അത് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ആളുകൾ US നാസയിൽ അന്ന് നമ്മുടെ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്നു അത്. ഇനി അങ്ങനെ ഒരു ടീമിനെ ആലോചിക്കാൻ പോലും പറ്റില്ല, ഒരു സ്പേസ് മിഷന്. ഏറ്റവും ബെസ്റ്റ് മാത്തമാറ്റീഷ്യൻസ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ്, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആളുകളെ ആണ് ചൂസ് ചെയ്തത്. പക്ഷേ സ്കൈലാബ് ലോകത്തിലെ ഏറ്റവും വലിയ ഫെയിലിയറുകളായിട്ടാണ് കാണുന്നത്. അത് കടലിൽ വന്ന് പതിക്കുകയാണല്ലോ ഉണ്ടായത് 80കളിൽ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ? ആ ടീമിൻ്റെ ഈഗോ. ഓരോരുത്തരും ടീം മെമ്പേഴ്സ് അവരാണ് ഏറ്റവും വലിയ ആളുകളെന്ന് വിശ്വസിച്ചു. ഒരാൾ പറയുന്നത് മറ്റാൾ കേൾക്കില്ല. അപ്പോൾ ആ മിഷൻ്റെ മൊത്തം സക്സസിനെ അത് ബാധിച്ചു. അതൊന്ന്. ലഗാൻ സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ്, അമീർ ഖാൻ്റെ. ലഗാൻ സിനിമ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിലത്തെ നോക്കൂ, ആർക്കും ക്രിക്കറ്റ് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ പർപ്പസ് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ ടാക്സ് ചെയ്യണമെങ്കിൽ ക്രിക്കറ്റിലെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ളവരെ തോൽപ്പിക്കണം. അപ്പോൾ അവർക്കൊരു ഗോളുണ്ടായി. ആ ഗോൾ വെച്ച് ആ ടീമിലത്തെ ആർക്കും ഒന്നും അറിയാത്ത ആളുകൾ ക്രിക്കറ്റിൽ ഓപ്പോസിറ്റ് ടീമിനെ തോൽപ്പിക്കുന്നു. അപ്പോൾ ഒന്നും അറിയാത്തൊരു ടീം വളരെ ചെറിയ സമയം കൊണ്ട് അവർ അസംബിൾ ചെയ്ത് അവരൊരു വലിയ സക്സസിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ടീമിൻ്റെ ഇതിൽ പറയാം. നമുക്ക് ബുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് 0 to success in 369 days. അപ്പോൾ ആദ്യം കാണുന്ന ആരെങ്കിലും വിചാരിക്കും തെറ്റിപ്പോയത് ടൈപ്പോ ആയിരിക്കും, 369 അല്ല 365 ആയിരിക്കും ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ ടൈപ്പോ അല്ല, ഇതിന് ഭയങ്കരമായൊരു പ്രാധാന്യമുണ്ടെന്ന് ബുക്ക് വായിച്ച് എനിക്കറിയാം. പക്ഷേ ലെറ്റ്സ് അഡ്രസ് ദി എലിഫൻറ്റ് ഇൻ ദി റൂം. എന്താണ് ഈ 369? ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിലുമുപരി സക്സസ് ആണല്ലോ എന്ന് വിചാരിച്ച് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ടെൽ മീ, വാട്ട് ഇസ് 369, പ്രവീൺ? വൈ ഡിഡ് യു ചൂസ് 369? ഓർ സർ, ആർക്കും വേണമെങ്കിലും പറയട്ടെ. ഞാൻ 3-6 നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹു ആം ഐ, വാട്ട് ഐ ഡു, വേർ ഐ ഡു. 3 ഹു ആം ഐ ടു മീ, ഹു ആം ഐ ടു അതേഴ്സ്. ഓക്കെ, വാട്ട് ഐ ഡു, വാട്ട് ഐ ഷുഡ് ബി ഡൂയിങ്, വേർ ഐ ഡു, വേർ ഐ ഷുഡ് ബി ഡൂയിങ്. അപ്പോൾ 3ഉം 6ഉം കഴിഞ്ഞു. ഇനി പക്ഷേ ഇതൊന്നും നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നില്ല. അത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ കൂടെയും ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അല്ലേ? ഇനി 9 കാര്യങ്ങളാണ് സക്സസ്സിന് എൻ്റെ ജീവിതത്തിൽ തന്നെ ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ. ഞാൻ
കാണുന്ന 9 കാര്യങ്ങൾ. അത് തന്നെയാണ് പ്രവീണിൻ്റെയും. പ്രവീണിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് മാത്രമല്ല, കുറേ അധികം റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പ്രവീൺ. ആ 9 കാര്യങ്ങളിൽ ഒന്ന് ഞാൻ 9 ലിസ്റ്റ് ചെയ്യാം ഇവിടെ. അതായത് യു ഹവ് ടു ബ്രാൻഡ് യുവർ സെൽഫ്. ബ്രാൻഡിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? നേരത്തെ പറഞ്ഞ ഹു ആം ഐ ടു മീ ആൻഡ് ഹു ആം ഐ ടു അതേഴ്സ്. ഇഫ് യു ഡോണ്ട് ബ്രാൻഡ് യുവർ സെൽഫ്, അതേഴ്സ് വിൽ ബ്രാൻഡ് യു. അത് വളരെ അധികം മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. പിന്നെ യു നീഡ് ടു ഹാവ് എ കോർ ടീം അല്ലേ? യു നീഡ് ടു മൾട്ടിപ്ലൈ. ടീം വെച്ചിട്ട് യു വിൽ ഹാവ് എ നെറ്റ്വർക്ക് ആൻഡ് യു വിൽ മൾട്ടിപ്ലൈ യുവർ സെൽഫ്. ദെൻ എവ്രി വൺ ഹാസ് വൺ സ്റ്റോറി. ഒരു സ്റ്റോറി ഉണ്ടാവുള്ളൂ. കോർ റെസിപ്പി ഒന്നാവും. അതിൽ നിന്നാണ് എല്ലാണ്ടി തൊട്ട് യു ടേക്ക് എനി ഓർഗനൈസേഷൻ, എനി പേഴ്സൺ, എനി ഓഥർ, ഹി വിൽ ഹാവ് വൺ സ്റ്റോറി, മെയിൻ സ്റ്റോറി. അതിൽ നിന്ന് ഹി വിൽ മേക്ക് മൾട്ടിപ്പിൾ റെസിപ്പീസ്. അപ്പോൾ ഒരു കോർ റെസിപ്പി വേണം. ദെൻ ദർ വിൽ ബി എ കോർ ടെറൈൻ. കോർ ടെറൈൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിയായിരുന്നു അല്ലേ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയായിരുന്നു. അതേ ആൾ ഇന്ത്യയിലെത്തിയപ്പോഴാണ് ദറ്റ് ഹി ബിക്കെയിം മഹാത്മാഗാന്ധി. അതായത് ആളുടെ ഭൂമികയിൽ എത്തുന്ന സമയത്താണ് ആൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആ മാറ്റങ്ങളാണ് നേരത്തെ റൂമി പറഞ്ഞ അതേ കാര്യം, ആളുടെ പർപ്പസിനെ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെത്തിയപ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത് ദിസ് ഈസ് മൈ പർപ്പസ്. സോ 6th പോയിന്റ് ഈസ് പർപ്പസ്. അത് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 C's. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്, ക്രെഡിബിലിറ്റി. ഈ 3 C's ഇല്ലാതെ ഇതൊന്നും നമ്മൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും സംസാരിക്കാനുള്ള കഴിവല്ല, ലിസണിങ് പവർ ഓൾസോ. അപ്പോൾ ദീപ പറയുന്നത് മനസ്സിലാക്കാനും അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം, ദീപ പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് തുടങ്ങുകയാണ് എന്ത് പറയുന്നത്. അങ്ങനെയല്ല, ദീപ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ നന്നായി ലിസൺ ചെയ്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അറിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിപ്രായം പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ പറഞ്ഞ കമ്മിറ്റ്മെൻറ്റും ക്രെഡിബിലിറ്റി, രണ്ടും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് 9 പോയിന്റ്സ്. ഇനി പ്രവീണിന് 369. അപ്പോൾ ആ 369 ഫാക്ടേഴ്സ് എന്താണെന്ന് അജയ് പറഞ്ഞല്ലോ. ഈ 369 എന്ന കോൺസെപ്റ്റ്സിന് അല്ലെങ്കിൽ വേർഡ്സിന് ഒരു ഡീപ്പർ മീനിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പർ എന്താ പറയുക, ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് പേര് നിക്കോള ടെസ്ലയോട് കണക്ട് ചെയ്യുന്നൊരു ടെർമിനോളജിയാണ് 369. ഡിബേറ്റബിൾ ആണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞില്ല എന്നും പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം 3 എന്ന് പറയുന്നത് ഒരു ഇനിസിയേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ബിഗിനിങ്ങിനെയും, 6 എന്ന് പറയുന്ന നമ്പറിനൊരു ഫ്ലറിഷിങ് അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ കണക്ഷൻസിനെയും, 9 എന്ന് പറയുന്നത് ഒരു വിസ്ഡത്തിനെയും കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ പറയുന്ന 369 എന്ന കപ്പിൾ ഓഫ് ഫാക്ടേഴ്സ് സോ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള പോയിന്റിനോടൊപ്പം തന്നെ സോ ഈ 369 എന്നുള്ള ഡിജിറ്റ്സ് അതൊരു വളരെ ഫിലോസോഫിക്കലി ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്നും കൂടെ കരുതുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ ലൈഫിൽ വളരെ റോള് വഹിക്കാൻ കഴിയുന്ന വളരെ ഫിലോസോഫിക്കൽ ഡെപ്ത് ഉള്ള ഒരു ടേം, സോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റ്. ആ ഡിജിറ്റിലൂടെ നമ്മൾ സക്സസിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സോ അവിടെയാണ് 369 എന്ന് പറയുന്ന വേർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ആക്ച്വലി രസകരമായ സർ ഇതിൽ പറയാൻ തുടങ്ങുമായിരുന്നു. നേരത്തെ വിസ്ഡം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വേർഡാണ് വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നത് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് വിസ്ഡം പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ പ്രാക്ടിക്കൽ വിസ്ഡം, പ്രായോഗിക ബുദ്ധി എന്നുള്ളത് ചില ആളുകൾക്ക് അത് ജന്മനെ ഉണ്ടാവും. പക്ഷേ ചില ആളുകൾക്ക് അത് നമ്മുടെ വായനയിൽ കൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. വിസ്ഡത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഒരു ചെറിയ കഥയിൽ പെട്ടെന്ന് പറയാം. അതായത് സിംഹത്തിൻ്റെ അടുത്ത് ഒരു ആർഗ്യുമെൻ്റായിട്ട് വരികയാണ് ഒരു ഡോങ്കിയും ഒരു ടൈഗറും. അപ്പോൾ ഡോങ്കി പറയുന്ന വാദം വളരെ സില്ലിയാണ്. അതായത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നോ അങ്ങനെ വളരെ സില്ലിയായിട്ടൊരു വാദമാണ്. അപ്പോൾ അത് ടൈഗർ അല്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി സിംഹത്തിൻ്റെ സഭയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് വാദമൊക്കെ കേട്ടതിന് ശേഷം സിംഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡോങ്കി പറഞ്ഞത് ശരിയാണെന്ന് പറയുകയും ചെയ്യും. അതിനുശേഷം പുലിക്ക് ഒരു ഫൈനും കൊടുക്കും, ഒരു പണിഷ്മെൻറ്റും കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ചില ആളുകൾ ശരിയാന്ന് പറയും, ചില ആളുകൾ രണ്ടഭിപ്രായം എല്ലാത്തിനും ഉണ്ടാവുമല്ലോ. അതിനുശേഷം സഭ പിരിച്ചുവിട്ടു. പതുക്കെ ടൈഗർ പോയിട്ട് സിംഹത്തിനോട് ചോദിക്കുകയാണ്, താങ്കൾക്കും അറിയാലോ ഇത് ഡോങ്കി പറയുന്നതല്ല ശരിയെന്ന്. എനിക്കറിയാം, പക്ഷേ യു ഹാവ് ടു ചൂസ് യുവർ ബാറ്റിൽ.
ചില സ്ഥലത്ത് സൈലൻ്റ് ആയിട്ടിരിക്കണം. നേരത്തെ പറഞ്ഞ ജീവിതത്തിൽ ആംബിഷ്യസ് അല്ലാത്ത, ആസ്പയറിങ് അല്ലാത്ത, ലൈഫിലൊന്നും നേടാൻ ഇതില്ലാത്ത ആളുകൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർ സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയും. അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് ഈ ഫൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ഒരിക്കലും ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആളെ കളിയാക്കില്ല, അയാൾ ഫെയിലിയർ ആയാലും. അതുപോലെ തന്നെ ഒരു എന്താ വേണ്ടേ, യേശുദാസിൻ്റെ സാറിൻ്റെ മുമ്പിൽ ഞാൻ പാടിയാലേ എന്നെ അദ്ദേഹം ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല, മോശം പാട്ടുകാരനാണെന്ന് പറയില്ല. ഒരിക്കലും പാട്ടറിയാത്തതോ അല്ലെങ്കിൽ നേരത്തെ ചെയ്യാത്ത കാര്യങ്ങൾ വേറൊരാൾ ചെയ്യുമ്പോഴാണ് അവരാണ് നമ്മളെ കുറ്റം പറയുന്നത്. അപ്പോൾ വിസ്ഡം വളരെയധികം വിസ്ഡം പഠിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ വലിയ പഠിപ്പുള്ള ആളുകൾ ജീവിതത്തിൽ സക്സസ്ഫുൾ അല്ലാത്തവരുണ്ടാവില്ലേ, ഭാഗ്യം ഇല്ലാതെ പറഞ്ഞു നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ. അതാണ് വിസ്ഡം. ബ്യൂട്ടിഫുൾ ആയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്. എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കുന്നത്, അതായത് എനിക്ക് തോന്നുന്നത് ഈ സക്സസിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സക്സസ് ആകണമെന്നുള്ള താല്പര്യമില്ലായ്മയാണ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ അത് കാരണം പലപ്പോഴും നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിരിക്കും. അത് പുസ്തകമായിരിക്കാം, അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പോഡ്കാസ്റ്റുകളായിരിക്കാം, വീഡിയോസ് ആയിരിക്കാം, ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, മെൻറ്റേഴ്സ് ആയിരിക്കാം, സോ ആശയങ്ങൾ തരാൻ കഴിയുന്നവരായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും ഇതിൽ. പക്ഷേ ഇതിലേക്ക് പോകണമെന്ന് നമുക്ക് തോന്നണമല്ലോ, ആ ഒരു ആസ്പിറേഷൻ, ആംബിഷൻ നമുക്കുണ്ടാവണമല്ലോ. സോ ഇത് വളരെ കുറവാണ്. അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു എഡ്യൂക്കേഷൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ഇന്ന് ഏത് വിഷയം, അത് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, സാൻസ്ക്രിറ്റ് പോലുള്ള ലാംഗ്വേജുകളാകട്ടെ, അതല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ പോലുള്ള സബ്ജക്റ്റുകളാകട്ടെ, സോ അതല്ലെങ്കിൽ ബിസിനസ് ആകട്ടെ, സോ ഇതിൽ ഏത് വിഷയത്തിനെക്കുറിച്ചും നമുക്ക് എന്തും ഡീറ്റെയിൽ ആയി പഠിക്കാൻ കഴിയുന്ന റിസോഴ്സസ് ഇന്ന് ഡിജിറ്റലി ഫ്രീലി അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെ? ഫ്രീലി അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഒരു പക്ഷേ ഹാർവാർഡിലോ കേംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ സ്റ്റാൻഫോർഡിലോ ഒക്കെ ഫീസ് കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കുന്ന അതേ പ്രൊഫസേഴ്സ് അവരുടെ ഫ്രീ ലെക്ചേഴ്സ് നമുക്ക് ഓൺലൈനിലൂടെ തരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഡിബേറ്റുകളിൽ ഒന്നാണ് ഡിജിറ്റലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ സത്യത്തിൽ സ്കൂൾസിനെയും കോളേജിനെയും ഇല്ലാതാക്കൂ. ഓക്കെ, ഐ വുഡ് സേ 100% ഇല്ലാതാക്കില്ല. ഓക്കെ, ഇല്ലാതാക്കാൻ പാടില്ല. ദ റീസൺ ഇസ് ഇത്രയും റിസോഴ്സസ് അവൈലബിൾ ആണെങ്കിലും മെജോറിറ്റിയും അത് യൂട്ടിലൈസ് ചെയ്യില്ല. അപ്പോൾ മെജോറിറ്റി ഇത് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? പലപ്പോഴും നമുക്ക് അവരെ നമ്മൾ നിർബന്ധിച്ച് യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ അവരെ കൊണ്ടുവരേണ്ടി വരും. അതാണ് സ്കൂളും കോളേജും ഒക്കെ. ഓക്കെ, സോ അപ്പോൾ ഈ പറയുന്ന സ്കൂളും കോളേജും ഒക്കെ ഇല്ലാതായി പോകും എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവർ വളരെ ഹൈപ്പർ മോട്ടിവേറ്റഡ് ആയ, ഹൈപ്പർ ആംബിഷ്യസ് ആയ, സോ ഹൈപ്പർ അച്ചീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിക്കും അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കരുതുന്നത് എന്താണ്? സോ ഈ എൻറ്റയർ സാധനങ്ങൾ അവിടെ ഉപയോഗിക്കാനുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുമല്ലോ. പിന്നെ അവരെന്തിന് സ്കൂളിൽ പോകണം? പിന്നെ അവരെന്തിന് കോളേജിൽ പോകണം? സ്കൂളിലും പോകേണ്ടി വരും, കോളേജിലും പോകേണ്ടി വരും. അത് നിർബന്ധിതമാക്കി നമ്മൾ ആ പ്രോസസ്സിലൂടെ അവരെ കൊണ്ടുവരേണ്ടി വരും. ദ റീസൺ ഇസ്, സോ ഒരു നല്ല ശതമാനം ആൾക്കാരും അവരുടെ സെൽഫ് ഡിസിഷനോടുകൂടെ ഈ പറയുന്ന എൻറ്റയർ റിസോഴ്സസ് ഉപയോഗിച്ചെന്ന് വരില്ല. ഇത് എഡ്യൂക്കേഷനിലാണെങ്കിൽ ദിസ് ഇസ് സ്ക്വയർലി ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് സക്സസ്. ഒരാൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചുറ്റും ഉണ്ടാവും. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ 369 ബുക്ക് എടുക്കുക. സോ ഞാൻ എപ്പോഴും പറയുന്നത്, സോ സക്സസ് ആകണം ജീവിതത്തിലെന്ന് ആസ്പിറേഷനുള്ള, ആംബിഷനുള്ളവർ മാത്രമേ ഇത് വായിക്കാവൂ. കാരണം അന്ന് അവരത് വായിച്ചിട്ടേ കാര്യമുള്ളൂ. അതല്ലാത്തവർക്ക് ഇവിടെ ഈ ബുക്കിനൊന്നും അവരുടെ ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദ കീ പോയിന്റ് ഓഫ് the starting point to be successful is your desire to be successful in life. Okay, so ആ ഒരു കിക്ക് നമുക്ക് ഭയങ്കര ആവശ്യമായിരിക്കും ഇതിൽ. അപ്പം ഒരാളുടെ ലൈഫിൽ സത്യത്തിൽ ഫാമിലിക്ക് എന്താ റോൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫാമിലി ഈ സ്പാർക്കും കിക്കും അവന് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അവനത് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധം പിടിക്കണ്ട. അപ്പം നമ്മൾക്കത് അടിയാവും അവിടെ. അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്പാർക്ക് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ ഒരു ബേണായിട്ട് മാറും. അപ്പം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കണ്ട. ബട്ട് യു ട്രൈ ടു ക്രിയേറ്റ് എൻ ഇക്കോ സിസ്റ്റം വെർ ഇസ് ദ പേഴ്സൺ സ്റ്റാർട്ട് ബിലീവിങ്, സോ ഐ നീഡ് ടു ബി സക്സസ്ഫുൾ ഇൻ ദ ലൈഫ്. ഓക്കെ, സോ അങ്ങനെ ഒരു മൂവിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ ദ 369 വിൽ ബി എ ജം ഫോർ ദാറ്റ് പേഴ്സൺ. 369 മാത്രമല്ല, സോ അതിനുള്ള എല്ലാ റിസോഴ്സും നമ്മുടെ
ചുറ്റിലും ഉണ്ടാവും. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഇൻ ഫാമിലി, ഇൻ ഓഫീസ്, ഇൻ ഫ്രണ്ട്ഷിപ്പ്, വാട്ട് എവറിബഡി, ദ ബേസിക് തിങ് ടു ഡു ഇസ് ടു ക്രിയേറ്റ് ആൻ പോസിറ്റീവ് ഇക്കോസിസ്റ്റം where every person start thinking and aspiring to be successful in life. That would be the starting point of the success of a person. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ലൈബ്രറിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, റൈറ്റ്? പക്ഷേ ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഓൺ എനി ബുക്ക് ദാറ്റ് നിങ്ങൾ ആംബിഷ്യസ് ആണെങ്കിൽ മാത്രം ഈ ബുക്ക് വായിക്കുക, ഇഫ് യു ആർ ആംബിഷ്യസ് റീഡ് ദിസ് എന്ന് ആരും ഇത്രയും ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് അത് ആദ്യമായിട്ട് പ്രവീണിൻ്റെ സൈഡിൽ നിന്നാണ് കേൾക്കുന്നത്. ഐ തിങ്ക് ബിക്കോസ് ഇറ്റ് ഇസ് സോ ട്രൂ. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് എവിടെയോ എത്തിച്ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ബുക്ക് വായിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ എത്ര വായിച്ചാലും it will not serve its purpose, അല്ലേ? Ambition is a starting point. Yeah. The second point is you start moving. നേരത്തെ അജയ് തുടക്കത്തിൽ പറഞ്ഞ പോലെയാണ്, യു ഷുഡ് സ്റ്റാർട്ട് മൂവിങ്. ഓക്കെ, സോ ആ മൂവ് ചെയ്യുന്ന സമയത്ത് സോ യു മെ നോട്ട് ബി പ്രെറ്റി ക്ലിയർ അബൌട്ട് യുവർ ഡെസ്റ്റിനേഷൻ. And you may not be pretty clear about what are the hurdles you're going to face. You may not be clear about what are the challenges you're going to face. But ഇതെല്ലാം ക്ലിയർ ആയതിനു ശേഷം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയില്ല. സോ യു ഷുഡ് സ്റ്റാർട്ട് മൂവിങ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ ബാക്കി കാര്യങ്ങൾ അതിനനുസരിച്ച് വന്നോളും. നമ്മൾ പറയാറില്ലേ, സോ ഇഫ് യു കോൺ റൺ സോ വാക്ക്, ഇഫ് യു കോൺ വാക്ക് യു ക്രോൾ. So, but ensure that you're moving forward every time in your life. So, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. സോ ബി പ്രെറ്റി ക്ലിയർ. സോ എനിക്ക് സക്സസ് ആകണം എന്നുള്ളൊരു ആംബിഷൻ ഉണ്ടാവുക, അതിനുവേണ്ടി ഞാൻ മൂവ് ചെയ്ത് തുടങ്ങുക, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് കൂടെ ഞാൻ തിരിച്ചറിയുക. സോ മൈ സക്സസ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. സോ അപ്പോൾ എന്നെ സക്സസ് ആക്കേണ്ടത് എൻ്റെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ റൂളേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം മൈ സക്സസ് ഇസ് ആക്ച്വലി മൈ റെസ്പോൺസിബിലിറ്റി. അതെൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നേടിപ്പിടിക്കേണ്ട ആൾ ഞാനാണ് ഇതിൽ. ഓക്കെ, സോ അപ്പോൾ ഒന്ന്, എനിക്ക് സക്സസ് ആവണമെന്ന് തോന്നണം. രണ്ട്, അതിനുവേണ്ടി ഞാൻ മൂവ് ചെയ്ത് തുടങ്ങണം. മൂന്ന്, അതിലെ ഓരോ സ്റ്റെപ്പും പോവേണ്ടതും ഓരോ കാര്യം ചെയ്യേണ്ടതിൻ്റെയും ഉത്തരവാദിയായ മനുഷ്യൻ ഞാനാണ് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാവണം ഇതിൽ. സോ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഐ ഷുഡ് പിക്ക് ആൻഡ് ചൂസ് ദ പീപ്പിൾ അറൗണ്ട് മീ. ഐ ഷുഡ് പിക്ക് ആൻഡ് ചൂസ് ദ റിസോഴ്സസ് അറൗണ്ട് മീ. ഐ ഷുഡ് പിക്ക് ആൻഡ് ചൂസ് ഇൻ വാട്ട് ഐ എം ഗോയിങ് ടു ബി സക്സസ്ഫുൾ, ദ ഡൂസ് ആൻഡ് ഡോൺസ്. സോ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇതൊരു മെനക്കെട്ട പണിയാണ്, ഇതത്ര എളുപ്പമല്ല, അല്ലേ? അപ്പം നമ്മളെക്കുറിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. സോ ഒന്നിരുന്ന് ചിന്തിച്ച് ആലോചിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി. ഇതിനിടയിൽ കുറച്ച് കോഴ്സ് കറക്ഷൻ ഉണ്ടാവും, ഇതിനിടയിൽ ഭയങ്കര ബോറിംഗ് ആയ ഒരുപാട് സമയം ഉണ്ടാവും ഇതിനിടയിൽ ഭയങ്കര അവിടെ അടുത്ത് വരുന്നൊരു പ്രശ്നം എന്നറിയോ, നമ്മൾ ഈ സക്സസ് എന്ന് പറയുന്ന കാര്യം കാണുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും സ്മൈലിംഗ് ഫേസസിനോടാണ് അത് അറ്റാച്ച് ചെയ്യാൻ കഴിയുക. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ്, സക്സസ് ഇസ് നോട്ട് ഓൾവേസ് അറ്റാച്ച്ഡ് വിത്ത് സ്മൈലിംഗ് ഫേസസ്. ഓക്കെ, സോ ഈ പറയുന്ന പണിക്കിടയിൽ ഒരുപാട് ബോറിംഗ് ഉണ്ടാവും, ഒരുപാട് റൂട്ടീൻ ആൻഡ് റുഡിമെൻ്ററി ടാസ്ക് നമ്മൾ ചെയ്യേണ്ടി വരും, ഭയങ്കര കളഞ്ഞിട്ട് പോയാലോ നമുക്ക് തോന്നുന്ന മൊമെൻ്റ് ഉണ്ടാവും. സോ ഒരുപാട് പ്രാവശ്യം, എത്രയോ പ്രാവശ്യം ഉണ്ടാവും. ഇതിനകത്ത് എന്തിനാണ് ഇത്രയും നമ്മൾ മെനക്കെടേണ്ട കാര്യമുണ്ടോ നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമുക്ക് സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരു വല്ലാത്തൊരു റെക്ലെസ് റോഡിലൂടെ ആയിരിക്കും നമ്മൾ ഈ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. സോ ദാറ്റ്സ് എ റിയാലിറ്റി എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. അതായത് സോ ഒരു പെർട്ടിക്കുലർ ഗെയിമിൽ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ഗെയിമിൽ നേരെ വന്നിട്ട് ഫെഡററിന് ഒരു ഏസ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അതിന് പിന്നിലൊരു വളരെ ബോറിങ്ങും ടയറിങ്ങും ഒക്കെയായ, നമ്മൾ കരുതാറില്ലേ ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ഗാലറിയുടെ നടുക്ക് നിന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ ഒരു രസത്തിനെക്കുറിച്ച്. പക്ഷേ ആരും കാണാത്ത, ആരും പറയാനില്ലാത്ത എത്ര നല്ല ഷോട്ട് കളിച്ചാലും ആരും അപ്രീഷിയേറ്റ് ചെയ്യാനില്ലാത്ത എത്രയോ ഷോട്ട്സ് അവർ കളിച്ചിട്ടുണ്ടാവും. ആ ഷോട്ട്സിന് ശേഷമല്ലേ അവർ ഗാലറിയുടെ ഇടയിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ടഫ് ടാസ്കിലൂടെ കൂടെ പോകാൻ നമുക്ക് പറ്റണം ഇതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ലെറ്റ് മീ പോയിന്റ് ഇറ്റ് ഔട്ട്. നമ്പർ 1, you should be start aspiring to be successful. Number 2, you should start moving towards that. Number 3, you should start believing that it is your responsibility. So number 4, you should pick and choose the things around you for that. And number 5, you should be ready to drive through a very ടഫ് പാത്ത് ഇതിൽ. സോ അങ്ങനെ പോയി കഴിയുമ്പം അപ്പം നമുക്ക് എന്താ വേണ്ടി വരിക, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, സക്സസ് ചെയ്യും ഒക്കെ, സന്തോഷിക്കുകയും ഒക്കെ വേണ്ടി വരും. അവിടെ എത്തുന്നതായിരിക്കും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സോ ഇതിൽ ഓരോ സമയത്തും ഒരുപക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ. സോ എല്ലായ്പ്പോഴും നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ പോകണമെന്നില്ല. നമ്മൾ ഒരുപക്ഷെ 20s ഞാൻ ഇവിടെ എത്തിയാൽ സക്സസ് ആവും എന്ന് നമ്മൾ കരുതുന്ന കാര്യം 30th നമുക്ക് തോന്നും അവിടെയല്ല ഞാൻ എത്തേണ്ടത്. ചിലപ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ചെറുതായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ ചേഞ്ച് ആയിരിക്കും. ഒരു ചെറിയൊരു എക്സാമ്പിൾ അതിൽ പറയാം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്വദേശ് മൂവിയില്ലേ, ഷാറൂഖ് ഖാൻ്റെ.
ഈ സക്സസ്സിന് പല സമയങ്ങളിൽ പല തരത്തിലാണ് സക്സസ്സിനെ നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. പുറത്തൊരാൾ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാളും ഘടകവിരുദ്ധമായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഷാരൂഖ് ഖാൻ എന്തിനാണ് വരുന്നത്? നാനി അന്വേഷിച്ച് വരികയാണ് അല്ലേ. നാസയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജോലിയുള്ള അദ്ദേഹം ഒരു നാട്ടിലേക്ക് വരുന്നു. ഒന്നുമില്ലാത്ത, ഒരു സൗകര്യങ്ങളില്ലാത്ത അവിടെ വന്ന് ആളുടെ നാനിയെ കാണുന്നു. അവർ ഞാൻ നിൻ്റെ കൂടെ അമേരിക്കയിലേക്ക് ഞാൻ വരില്ല എന്നവർ പറയുന്നു. ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലെ ആളെ മാറ്റിമറിക്കുക. ആളുടെ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ പർപ്പസ് അവിടെ കണ്ടെത്തുന്നു. ആൻഡ് സക്സസ് മറ്റുള്ള ആളുടെ മുന്നിൽ നാസയിലത്തെ ജോലി തന്നെയാണ്. ആ ജോലി പോലും ഉപേക്ഷിച്ച് സ്വന്തം നാട്ടുകാർക്ക് വൈദ്യുതി കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ആൾ ഏറ്റെടുക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ അതല്ലേ സക്സസ്? അവിടെയാണ് ആൾ പർപ്പസ് കണ്ടെത്തുന്നത്. വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ പ്രവീൺ പറഞ്ഞ നമുക്ക് എല്ലാത്തിനെയും ഈ സിസ്റ്റത്തിനെ മുഴുവൻ കുറ്റം പറയാം. ഇപ്പോൾ AI കുറ്റം പറയുന്നു അല്ലേ. AI വന്നപ്പോൾ ജോലി പോയിരുന്നു. എത്രയോ പേര് MBA ആസ്പിറേഷൻസ് ഉള്ള എത്രയോ പേര് MBA ചെയ്യേണ്ടെന്ന് പറയുന്നു. കാരണം AI ഈസ് റീപ്ലേസിങ് MBAs എന്നൊരു വളരെ ഒരു മിത്താണത്. പക്ഷേ അതേസമയം ഇന്ത്യയിലത്തെ MBA ഗ്രാജുവേറ്റ്സിൻ്റെ പ്ലേസ്മെൻറ്റ് 20% ഹൈ ആണ്. അതിലെന്താ കാരണം വെച്ചാൽ AI കുറേ ജോലികളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. മുണ്ടേനായിട്ടുള്ള ജൂനിയർ ലെവൽ ജോബ്സിനെ AI റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും. പ്രവീണിന് കുറച്ചുകൂടി നന്നായിട്ട് ചിലപ്പോൾ അത് പറയാൻ സാധിക്കും. അത് പക്ഷേ ഹ്യൂമൻ റിലേഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് മാനേജ്മെൻറ്റ് ജോബ്സ് ഇതൊന്നും AI കൊണ്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല. ദർ ആർ ലോട്ട്സ് ഓഫ് ജോബ് റിക്വയർമെൻറ്റ്സ്. അവിടെയാണ് മിടുക്കന്മാരായിട്ടുള്ള MBAസിനെ ആവശ്യമുള്ളത്. I don't know whether you agree with this. No, that's perfectly fine. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറയുന്ന കരിയർ സക്സസിൻ്റെ ഒരു സാധ്യതയിലേക്ക് ഇപ്പോൾ AI കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഒന്ന് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരാൾക്ക് കൂടെ കൂട്ടാൻ കഴിയുന്ന നല്ലൊരു സുഹൃത്താണ് AI. അയാൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങൾക്കും അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ AI കറക്റ്റ് ടൂളുകൾ വെച്ച് പറ്റുമായിരിക്കും ഇതിൽ. സോ അത് ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നതിലായിരിക്കാം, സ്ട്രാറ്റജൈസ് ചെയ്യുന്നതിലായിരിക്കാം, റിസർച്ച് ചെയ്ത് കൊടുക്കുന്നതിലായിരിക്കാം, കാര്യങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ മേക്ക് ചെയ്യാൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്നതിലായിരിക്കാം. സോ അതിനകത്തൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് പറയാം. കുറേ AIക്ക് ബയാസസ് ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ടോണിനനുസരിച്ച് AI ചിലപ്പോൾ നമ്മളെ അതിനനുസരിച്ച് ഉത്തരം മാറ്റിയിരിക്കും. അതൊക്കെ ഉണ്ടാവാം. സോ ബട്ട് യു ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ടു യൂസ് AI. ഓക്കെ, സോ ഏതൊരു ടൂളും ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാൻ പറ്റണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റിയാൽ അത് ജെമിനായി ആവട്ടെ, ChatGPT ആവട്ടെ, പെർപ്ലക്സിറ്റി ആവട്ടെ, സോ ഈ പറയുന്ന AI ടൂളുകളെല്ലാം തന്നെ സോ നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു ഗുഡ് കമ്പാനിയനാണ് ഇതിൽ. സോ അപ്പോൾ അതിനെ ആ ഒരു കമ്പാനിയൻഷിപ്പിൽ കാണണം. അതായത് ഷുഡ് ഐ യൂസ് AI എന്ന് പറയുന്നതിനേക്കാളും യു ഷുഡ് ബി റെഡി ടു ലീവ് വിത്ത് AI. സോ ആ AIയോടൊപ്പം നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ സോ ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് യുവർ വെരി ഗുഡ് കമ്പാനിയൻസ്. ഏത് ജോലിയിലും കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലി ഒന്ന് ഈസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ സക്സസ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് യു നീഡ് മൾട്ടിപ്പിൾ കമ്പാനിയൻസ് ടു ബി സക്സസ്ഫുൾ അല്ലേ. സോ അതിൽ ഭയങ്കര കിടലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കമ്പാനിയനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം സോറി ദീപ, അതായത് ഹൗ ഡു ഐ സ്പെൻഡ് മൈ ഈവനിങ് എന്നായിരിക്കരുത് നമ്മൾ AIയോട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടൗണിലുള്ള മൂവി ഏതൊക്കെയാണ് അങ്ങനത്തെ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും AI ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. സോറി അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ പ്രവീൺ ഇപ്പോൾ ഈ പറഞ്ഞത് അത് നമ്മളെ കൺസോൾ ചെയ്യാനുള്ള ഒരു വാക്കാണോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ട് കുറേ ടെക് ജയൻസ് ആണെങ്കിൽ പോലും നമ്മൾ ഈയിടെ വാർത്ത കണ്ടു, ഇത്രയും പേരെ കട്ട് ചെയ്തു ടു ബി റീപ്ലേസ്ഡ് വിത്ത് AI. ഇപ്പം നേരത്തെ സാർ പറഞ്ഞത് മണ്ടീൻ ടാസ്ക് ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലി നാളെ മണ്ടീൻ ആവുന്നത് ഇതേപോലെയുള്ള AI. അപ്പം നമ്മൾ എന്താ പറയുക, അപ്പോൾ ഇസ് ഇറ്റ് പോസിബിൾ ടു നോട്ട് ഫൈറ്റ് AI? കാരണം I got the question. So I think AIയുടെ ഗ്രോത്തിലും ഡെവലപ്മെൻറ്റിനെയും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നല്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, AI വേൾഡിൽ ഉണ്ടാക്കാൻ പോകുന്ന ടർബുലൻസിനെ, ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്ന സിസ്റ്റംസിനെ, അതുപോലെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പോകുന്ന ജോബ് സെക്ടേഴ്സിനെ സത്യത്തിൽ ഇന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ജോബ് സെക്ടറിൽ ഇന്നുള്ള സിസ്റ്റംസിനെ ഒരുപക്ഷെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിൽ AI ഒരു വലിയ റോള് വഹിക്കും. സോ വി ആർ ആക്ച്വലി അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദ പവർ ഓഫ് AI. ഓക്കെ, സോ അപ്പോൾ ജോബുകൾ കട്ട് ചെയ്യപ്പെടും. സോ ജോബുകളിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോകേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ
അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. അതായത് ഈ AI ഉപയോഗിച്ച് പോകുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു സാധ്യതയായിരിക്കും ഇതിനകത്ത്. ഓക്കെ, സോ AI പല ടൂൾസും ഉപയോഗിച്ച് അവർ അവരുടേതായ രീതിയിൽ ചെറുതെങ്കിൽ ചെറുതായിട്ടുള്ള ഫ്രീലാൻസ് ആക്ടിവിറ്റീസ് ആയിരിക്കാം, സംരംഭങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കാം. സോ ഇത് ചെയ്യാൻ വേണ്ടിയുന്ന ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സാധ്യത അവിടെയുണ്ട് ഇതിൽ. ഓക്കെ, സോ രണ്ട് പുതിയ തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരാനുള്ള മറ്റൊരു സാധ്യതയുണ്ട് അതിനകത്ത്. അപ്പോൾ ഒന്ന്, അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. സോ രണ്ട്, കാരണം പണ്ട് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ടായിരുന്നിരിക്കും. സോ ഇപ്പോൾ ഒരാൾക്കൊരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനി ലോസിനെ കുറിച്ച് അറിയണം. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിനും കമ്പനി സെക്രട്ടറിക്ക് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. സോ അതിനുശേഷം അയാൾക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വെബ് ഡിസൈനർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ മേക്കർക്ക് കൊടുക്കണം, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പേർട്സിന് കൊടുക്കണം. സോ ഈ പറയുന്ന പല പണിയും ഒരു പക്ഷേ നമുക്കൊരു $10 കൊടുക്കുന്ന ChatGPT വെച്ചിട്ട് ഇതിൻ്റെ പകുതി പണിയെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദാറ്റ് ഈസ് മേക്കിംഗ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഈസിയർ ഓൺ ദ അതർ സൈഡ് അല്ലേ. സോ പക്ഷേ അറ്റ് ദ സെയിം ടൈം ലോകത്തിലെ എല്ലാ ടെക് ജയൻസിനിടയിലും ഇപ്പോഴും ഇനിയും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ട് എങ്ങോട്ടാണ് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ എടുക്കാൻ പറ്റുക? 2-3 കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പവർഫുൾ ടെക്നോളജിയാണ്. നമ്പർ 2, അത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് വളരെ ഇൻഫാൻസി സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ്. 3, അത് എങ്ങനെ പോയാലും ഇന്ന് നിൽക്കുന്ന എല്ലാ സിസ്റ്റംസിനെയും നന്നായി ഷെയ്ക്കൺ ചെയ്യും, പലതിനെയും ഡീസ്റ്റെബിലൈസ് ചെയ്യും, പലതിനെയും ഡിസ്റപ്റ്റ് ചെയ്യും, ചിലതിനെ ഡിസ്ട്രോയ് ചെയ്യും. AI നമ്മളോടൊപ്പം ഒരു കമ്പാനിയൻ ആയിട്ട് കാണുക എന്ന് പറയുന്നത്, ഐ തിങ്ക് പ്രവീൺ പറഞ്ഞത് ഇറ്റ് ഇസ് സംതിങ് ദറ്റ് വി ആർ ലിവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 0 to Success in 369 days ആണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞു ഇറ്റ്സ് എ ബുക്ക് ബട്ട് നോട്ട് എ ബുക്ക്. അത് 2 കാരണങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വായിക്കാൻ റെഡി ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷേ 0 to Success in 369 days ഞാൻ എടുത്ത സമയത്ത് നമുക്കതിങ്ങനെ വായിച്ച് പോകുന്നതോടൊപ്പം തന്നെ യു നീഡ് എ പെൻസിൽ ഇൻ യുവർ ഹാൻഡ്. കാരണം എവറി ടൈം നമ്മൾ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് അതിനകത്ത് ആക്ടിവിറ്റീസ് ചെയ്ത് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു വർക്ക് ബുക്ക്. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അതൊരു കാരണം. സെക്കൻഡ് തിങ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് Success 369. Success 369 എന്ന് പറയുന്നത് ഇപ്പം പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വി ആർ ലിവിങ് ഇൻ എ ഡിജിറ്റൽ വേൾഡ്. ഇപ്പം ഇതും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സത്ത് കിട്ടുന്ന രീതിയിൽ ഡിജിറ്റലിയും കൂടെ ഇതിന് നമ്മളൊന്ന് ഒരു എക്കോസിസ്റ്റം കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ ഈ ഡിജിറ്റൽ രീതിയിൽ കൊടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഓഡിയൻസിനെ അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ ഡു യു റിയലി തിങ്ക് ഡിജിറ്റൽ കമ്പാനിയൻ ഇസ് റിക്വയർഡ് ഫോർ ഇതിൻ്റെ ഒരു സോളിനെ ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടാണോ? ആസ് ഓത്തേഴ്സ് വൈ ഡു യു തിങ്ക് ഇങ്ങനെ ഒരു Success 369 എന്ന് പറയുന്ന ഒരു ബുക്ക് മാത്രമല്ല, ആ ബുക്കിനും അപ്പുറം ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം അതിന് വേണം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ആരെയും അപ്പീൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. നേരത്തെ പ്രവീൺ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുസ്തകത്തിന് AI നമുക്കൊരിക്കലും ഇനി അവോയ്ഡ് ചെയ്തോ ഇഗ്നോർ ചെയ്തോ ജീവിക്കാൻ സാധിക്കില്ല. യു ഹവ് ടു ലിവ് വിത്ത് AI. അതേസമയം AI വന്നതുകൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നമ്മൾ ആരും തയ്യാറുമല്ല അല്ലേ. ഈ സോൾ പുസ്തകത്തിലൊരു സോൾ എന്നൊരു ഗൈഡുണ്ട്, ഒരു സെൽഫ് ഓപ്റ്റിമൈസിങ് അപ്ലിഫ്റ്റിംഗ് ലൈഫ് ഗൈഡ്. അതാണ് സോൾ. അപ്പോൾ ഈ സോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകത്തിൽ ചിലപ്പോൾ ഓതേഴ്സിന് പറയാൻ പറ്റാത്ത ഒരു വായനക്കാരനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. പുസ്തകത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എഴുതി വയ്ക്കുന്ന വാക്കുകളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതേസമയം എന്തുകൊണ്ട് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് കൊടുത്തുവിടാം. വേറാസ് ദ സോൾ ഗൈഡ്സ് ദ പേഴ്സൺ ത്രൂ ഹിസ് ജേർണി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഡിജിറ്റലാകുമ്പോൾ ആ മെമ്മറി എല്ലാം സ്റ്റോർ ആവുകയും ചെയ്യും. അതെല്ലാം വരുന്നുണ്ടല്ലോ. എനിക്ക് ദീപയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എനിക്കറിയില്ല. ഇപ്പോൾ ദീപ, ടേക്ക് യു ആസ് എൻ എക്സാമ്പിൾ. എനിക്ക് ദീപ ഐ നോ യു വെരി വെൽ. പക്ഷെ ദീപയുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. റൈറ്റ്? എൻ്റെ അഭിപ്രായത്തിൽ എവ്രി വൺ ഷുഡ് ബി ലൈക്ക് യു. എന്താണ്, എവ്രി 6 months വൺ ഷുഡ് ടേക്ക് അപ്പ് എ ന്യൂ സ്കിൽ, പഠിക്കണം. ദീപയുടെ എന്തായിരുന്നു, ദീപയ്ക്ക് ഇത് അറിഞ്ഞിട്ട് ചെയ്താണെന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് യുവർ മോട്ടിവേഷൻ ബിഹൈൻഡ് ദിസ്? സാർ, അത് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഒരുപാട് റോൾസ് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ 17-18 ഇയേഴ്സിൽ ഞാൻ ആങ്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ആങ്കറിങ്ങിന് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ പൈസ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
എനിക്ക് ആദ്യമായിട്ട് കൊണ്ട് ചെക്ക് ഞാൻ മേക്കപ്പ് റൂമിൽ നിന്ന സമയത്ത് എൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് കഴിഞ്ഞ തവണത്തെ ഷൂട്ടിൻ്റെ ചെക്കാണെന്ന് പറഞ്ഞ് എനിക്ക് ചെക്ക് തന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തിനാ ചെക്ക്, ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിൽ കാശ് കിട്ടുന്നത് നമ്മൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാണ് പൈസ കിട്ടുന്നത്, അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒരു ഹോബിയല്ലേ. അങ്ങനെയായിരുന്നു. ആ ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ആങ്കറിങ്ങിലേക്ക് വന്നത്. ഇറ്റ് ഇസ് നോട്ട് ഫോർ മണി. ആക്ച്വലി അതിപ്പോൾ സാറ് ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ അത് റിയലൈസ് ചെയ്തത്. ദാറ്റ് അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ആളുകളോട് സംസാരിക്കാനും അതിൻ്റെ എടുക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഐ വെൻറ്റ് ഇൻ ടു ഇറ്റ്. പൈസ കിട്ടും എന്നുള്ളൊരു മോട്ടിവേഷനിലേ ആയിരുന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഐ വാസ് സർപ്രൈസ് ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഓഫ് എസ് ദാറ്റ്. ആ ഒരു റോളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചു, കല്യാണം കഴിച്ചു, ഭാര്യയായി, അമ്മയായി, ഇങ്ങനെ കുറേ റോൾസ് ഉണ്ട്. പക്ഷേ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി എന്നും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ദർ ഷുഡ് ബി എ മീനിങ്. ഓക്കെ, അപ്പം അതിന് വേണ്ട എന്തൊക്കെ സ്കിൽസാണ്. ഞാൻ ഒരു കമ്പനിയിൽ കുറേ വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വർക്ക് ചെയ്തിട്ട് കുറേ വർക്ക് ലൈഫ് ബാലൻസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ കമ്പനിയിലും ഉള്ളതുപോലെ തന്നെ. അപ്പം അവിടുന്ന് ആ ഹെൽത്ത് ഇഷ്യൂസ് വന്ന ഒരു ലൈഫ് ഇവൻറ്റ് വന്നപ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു വാല്യൂ ഡെവലപ്പായി വന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ HR വർക്ക് ചെയ്യുന്നത്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഞാൻ എന്നെ തന്നെ ടേക്ക് കെയർ ചെയ്യാതെ വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ കോംപ്രമൈസ് ആയിട്ടുണ്ട്. പക്ഷേ വി ഷുഡ് ആസ് HR ഇൻ എൻ ഓർഗനൈസേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എൻ എക്കോസിസ്റ്റം വേർ എംപ്ലോയീസിന് അവരുടെ പേഴ്സണൽ കെയറും അവരുടെ ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ആസ് HR അതാണ് എൻ്റെ പേർപ്പസ്. സോ ഐ ഫൗണ്ട് മൈ മീനിങ് ഡ്യൂ ടു എന്താ പറയുക പെർഫോമൻസ് വിത്ത് കെയർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വാല്യൂ ആണ് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ദാറ്റ് ഹസ് ബീൻ മൈ മോട്ടോ. സോ വെൻ എവർ ഒരു പോളിസി ഡിസൈൻ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു HR എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെയാണ് ഒരു എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ ഓരോ ഇവൻറ്റാണ് നമ്മളെ ഒരു രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഇവൻറ്റാണ് എനിക്ക് ഇങ്ങനൊരു വാല്യൂയിലേക്ക് വന്നത്. അപ്പോൾ ഓരോ ടൈമിലും ഓരോ സ്കില്ല്, ഓരോ വാല്യൂസ് അക്കോർഡിംഗ് ടു ആ റോളിൽ സക്സസ്ഫുൾ ആവാൻ എന്താണ് ഇത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു അമ്മ ആയ സമയത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുത്തൊരു വെർച്യൂ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, റൈറ്റ്. അത് എൻ്റെ ഹസ്ബൻഡ് പറയും നിനക്ക് ഇത്രത്തോളം പേഷ്യൻസ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളെക്കാൾ മുൻപിൽ മറ്റൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റുക. അത് ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു കഴിവാണ്. പക്ഷെ ഓരോ റോളിലും സക്സസ്ഫുൾ ആവാനുള്ള സ്കില്ല് സർവൈവൽ എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ആദ്യം പിക്ക് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേർപ്പസ് കണ്ടെത്തിയപ്പം ആ ഒരു ഫോക്കസോടുകൂടി പിക്ക് ചെയ്തു. സോ എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു കാര്യം കൂടി, ദീപയുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഇപ്പോൾ പോലും AI എന്തെങ്കിലും ഒരു ത്രെട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ഫോർ യുവർ കരിയർ? നോ, നെവർ. സോ യു ആൻസേർഡ് അല്ലേ? നെവർ. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. ദീപ അറിഞ്ഞോ അറിയാതെയോ ലൈഫിൽ ഓരോ സ്കില്ല് അക്വയർ ചെയ്തു. സർവൈവലിനാവാം എന്ന് പറയുന്നത് ഒരു പർപ്പസിന് വേണ്ടിയാവാം, ഒരു വാല്യൂ സിസ്റ്റം ഉള്ളതുകൊണ്ടാവാം. പക്ഷേ യു അക്വയർഡ് ന്യൂ സ്കിൽസ് ആൻഡ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും അവർക്ക് മാതൃകയാകാവുന്ന കാര്യമാണ്. അത് ശരിക്കും ഒരു തിരിച്ചറിവാണ്. അത് കറക്റ്റാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ബിക്കോസ് എൻ്റെ ഒരു പേർപ്പസുമായിട്ട് AI ഐ ക്യാൻ യൂസ് AI എൻ്റെ പേർപ്പസിലേക്ക് എത്താൻ. പക്ഷെ അത് AI എൻ്റെ പേർപ്പസ് സെർവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അതേ കാര്യം തന്നെയാണ് പ്രവീണിനെ കുറച്ചുകൂടി നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തോന്നുന്നു. പ്രവീണിൻ്റെ ജീവിതത്തിൽ ഒരു ത്രെട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, ഒരു ത്രെറ്റാണ് എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ 2-3 കാര്യങ്ങളിൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു വളരെ ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന്, AI is a very powerful technology, so no doubt. So number 2, that can do many things, and we are yet to see the real capacity of AI or the potential of AI. So to a large extent, we are actually underestimating the power of AI. So in many ways, AI will disrupt, destabilize, and sometimes destroy many of the existing systems and job roles or activities. At the same time, it's a huge possibility. Okay? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എംപ്ലോയിയോ ഒരു ഓൺട്രപ്രണറോ ഒന്നും AI എൻ്റെ ജോലിയെ തകർത്ത് കളയുമോ എന്നൊന്നും ഒരുപാട് അങ്ങോട്ട് ആലോചിക്കാൻ പോയി കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഇത് എങ്ങോട്ടാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പോലും വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ നമ്മളിരുന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡായി പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മളൊരു പണി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. AI എന്നൊരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് കൂടെ പഠിച്ചെടുത്ത് അതിനെയും കൂടെ ഉപയോഗിച്ചുകൊണ്ട്
എങ്ങനെയാണ് ഈ പണി ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനപ്പുറത്തേക്ക് ഇത് എൻ്റെ പണിയും കൊണ്ട് പോകുമോ എന്ന് ആലോചിച്ചിരിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവില്ല. അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പോയിന്നിരിക്കും. ഓക്കെ, അപ്പോൾ കാരണം ദ ജയൻസ് ഇൻ ഇപ്പം എലോൺ മസ്കിനും സക്കർബർഗും പോലെ ഇതിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് അടിച്ചു തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ജോലി എടുക്കുമോ പിടിക്കുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുതുതായി വരുന്ന ടെക്നോളജി എന്താണോ അതിനെ എത്രയും പെട്ടെന്ന് പഠിച്ച് നമ്മുടെ ജോലിയിൽ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ബി വാച്ച്ഫുൾ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലോ എൻ്റെ ജോലിയിലോ ഇത് ഉണ്ടാക്കൂ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇതെങ്ങനെ എൻ്റെ ജോലിയിൽ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എൻ്റെ ജോലി എങ്ങനെ ബെറ്റർ ആക്കാം ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിനെൻ്റെ പേസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് വാട്ട് യു ക്യാൻ ഡു. I would say that may not be the best thing, but that's the best available thing. Okay, അത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ, AI ജോലി കൊണ്ടുപോകുമോ, ഇത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും, ഇതെന്തായിരിക്കും സംഭവിക്കുക, ഇതിനൊന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. So let's not spend time to think about something which you won't get proper answer for, at least at this point of time. അതായത് നിങ്ങളൊരു MBA ആണെങ്കിൽ MBA with AI capabilities. എനിക്ക് തോന്നുന്നത് ഇപ്പം MBAയോ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞാൽ AI ഉള്ളത് കൊണ്ട് ഇനി ജോലി കിട്ടാൻ പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതുവരെ എല്ലാവർക്കും ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, AI-യിലുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ഫ്രഷേഴ്സ് ആണ്. കറക്റ്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ബിഗിനേഴ്സ്. അതാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് AI-യുടെ, ഞാൻ നേരത്തെ എഞ്ചിനീയറിംഗിൽ MBA പറഞ്ഞത്, അപ്പം MBAയോ എഞ്ചിനീയറിംഗോ പഠിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇപ്പോഴും പണി കിട്ടുന്നില്ലല്ലോ. അതായത് അതിനർത്ഥം ഇപ്പം തന്നെ വേണ്ട സ്കിൽ അവർ അറ്റൈൻ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ ജോലി കിട്ടാത്തത്, അല്ലേ? അപ്പോൾ AI വന്നിട്ട് ഇനി ഇത് കിട്ടാതിരിക്കുമെന്ന് വിചാരിക്കണ്ട. അവരെന്ത് ചെയ്താൽ മതി, AI-യുടെ സ്കില്ലൂടെ അങ്ങ് അറ്റൈൻ ചെയ്താൽ മതി അതിനകത്ത്. ഓക്കെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് പഠിച്ചാലും MBA പഠിച്ചു കഴിഞ്ഞാലും മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാലും ലോ പഠിച്ചാലും ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചാലും ഇതിൽ AI എന്ന സിസ്റ്റത്തിനെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാം. നേരത്തെ ഇപ്പോൾ അജയ് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിടയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് വി വോണ്ട് ടു ഗെറ്റ് എ കൺസൾട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 വർഷമൊക്കെ എങ്കിലും വേണമല്ലോ. നമ്മൾ കൺസൾട്ടൻറ്റിനെ നമുക്ക് പേ ചെയ്തൊക്കെ കൊണ്ട് ഒരു 5 വർഷമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡീപ്പായ എക്സ്പീരിയൻസ് ഉള്ള, അത്യാവശ്യം ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ ചെയ്ത് പരിചയമുള്ള, റിയൽ പ്രൊഡക്റ്റിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരാളില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ പ്രൊഡക്റ്റിന് അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം വളരെ 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 കുറവാണ്. ഓക്കെ, ഇറ്റ് മേ ബി 1 in a million ടൈപ്പ്. കാരണം ഈ പ്രൊഡക്റ്റ്, ഈ പറയുന്ന ടെക്നോളജി തന്നെ വളരെ നേസൻ്റ് ആണ്. ഇത് പോപ്പുലറായിട്ട് വളരെ കുറച്ച് സമയമേ ആയുള്ളൂ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ടു ടെക്നിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ സിസ്റ്റം ഇൻ്റലിജൻസ് വിച്ച് ഹാസ് ബീൻ ഇൻ പ്ലേസ് വിത്ത് ടോപ്പ് എഡ്ജ് കമ്പനീസ്. ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദ പോപ്പുലർ യൂസ് ഓഫ് AI or LLMs ഇൻ സ്മോളർ ലെവൽ പ്രോഡക്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും എക്സ്പെർട്ട് എന്ന് പറയുന്നയാളും നമ്മൾ തമ്മിലൊരു 3-4 വർഷത്തെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത്. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ യു ടു അഡാപ്റ്റ്. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഒരു നമ്മൾ ഈ സംസാരിച്ച് പോയതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതേനെ, സോ ദ ലൈഫ് ഇസ് നോട്ട് വെരി ലോങ്, ദ ലൈഫ് ഇസ് വെരി ഷോർട്ട്. ഓക്കെ, സോ നമ്മൾ ഈ ജീവിക്കുന്ന ഒരു 75-80 വയസ്സെന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോയി കഴിയും ഇതിനിടയിൽ. ഓക്കെ, അപ്പോൾ ഒരു 50-ആം വയസ്സിലോ 60-ആം വയസ്സിലോ നമ്മൾ സക്സസ് ആവാൻ ശ്രമിച്ച് തുടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് എൻജോയ് ചെയ്യാനുള്ള സമയത്തിനനുസരിച്ചുള്ള കുറവുണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഒരു 20s, പോസിബിളി ഏർലി 20s ടീൻസിലോ തന്നെ ലൈഫിൻ്റെ സക്സസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങണം. ഒന്ന്, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം ഇതിൽ. എന്നിട്ട് നമ്മൾ സത്യത്തിൽ ഒരു ഓൺട്രപ്രണർ എങ്ങനെയാണോ ഒരു കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് ഒരു യൂണിക്കോൺ ആക്കി മാറ്റുന്നത്, അതേ പ്രോസസ്സിലൂടെ നമ്മുടെ എന്ന ഒരു പ്രോഡക്റ്റിനെ, നമ്മളെന്ന ഒരു കമ്പനിയെ ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഒരു കമ്പനിക്ക് എന്തൊക്കെ വേണം? ഒരു കമ്പനിക്ക് ആക്ച്വലി നല്ലൊരു വിഷൻ ഉണ്ടാവണം, അതിനൊരു മിഷൻ ഉണ്ടാവണം, അതിൻ്റെ പേർപ്പസ് വേണം, അത് ഫോളോ ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ടാവണം, അത് ഏത് സെഗ്മെൻറ്റിനെയാണ് പൊസിഷൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കറക്റ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ഉണ്ടാവണം. അത് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം, അതിനെ നമ്മൾ സെല്ല് ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം, അതിന് പ്രോപ്പർ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം,
നല്ലൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം അതിൻ്റെ ചുറ്റും. ആ ടീമിനെ പ്രോപ്പർലി ഈ ഓൺടർപ്രണർക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റണം. കറക്റ്റ് ആ പിക്ക് ആൻഡ് ചൂസ് കറക്റ്റ് ആയിരിക്കണം അല്ലേ. ഓരോ ചെറിയ വിക്ടറീസും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണല്ലോ ഒരു കമ്പനി ഒരു ലെവലിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഈ പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമ്മുടെ 9 കാര്യങ്ങൾ. 369 What works for an individual works for an organization. ബേസിക്കലി സക്സസിന്റെ റെസിപ്പി ഓൾമോസ്റ്റ് സെയിം ആണ്. അത് കമ്പനി ആയാലും നേഷൻ ആയാലും ഇൻഡിവിജ്വൽ ആയി കഴിഞ്ഞാലും ഒക്കെ ഓക്കെ. സോ ഇതേ രീതിയിലല്ലേ ഒരു നേഷനെയും പൊസിഷൻ ചെയ്യേണ്ടത്. ഒരു നേഷൻ ഒരു വിഷൻ ഉണ്ടാവണം, ഒരു മിഷൻ ഉണ്ടാവണം, ആ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന വാല്യൂസ് ഉണ്ടാവും, അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാവും, അത് അപ്പീൽ ചെയ്യുന്നത് ആർക്ക് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് ക്ലാരിറ്റി വേണം. നേഷൻസ് മാർക്കറ്റ് ചെയ്യപ്പെടണം, ബ്രാൻഡ് ചെയ്യപ്പെടണം, കറക്റ്റ് ലീഡർഷിപ്പ് പൊസിഷൻ ചെയ്യണം എന്നതുപോലെ നമ്മുടെ ലൈഫിലും. അപ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്തോ ഈ നേഷൻ്റെ ഗ്രോത്തോ ഓട്ടോമാറ്റിക്കലി നടക്കുമോ? ഒരാളതിൻ്റെ പിന്നാലെ നിന്ന് ഡ്രൈവ് ചെയ്താലല്ലേ ഇത് നടക്കുകയുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ലൈഫും. അതുപോലെ തന്നെയാണ് എ ഐയിലും. There should be someone to drive. Correct. ആ ഡ്രൈവ് ചെയ്യുന്ന ആളായി മാറിക്കൂടെ നമുക്ക്? മാറാം. And AI will do the other things. അപ്പോൾ എങ്ങനെയാണോ ഈ കമ്പനിയെ ഗ്രോ ചെയ്യുന്നത് പോലെ ഒരു നേഷനെ ഗ്രോ ചെയ്യുന്നത് പോലെ ഒരു ടീനേജിൽ തന്നെ നമ്മൾ തുടങ്ങുന്ന ഒരു സംരംഭമാണ് നമ്മൾ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ സംരംഭമായ നമുക്ക് ക്ലാരിറ്റി വേണം ആദ്യം. അതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ. ക്ലാരിറ്റി വേണം. അതിൽ നമ്മളെന്താണ്, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്, സോ നമ്മൾ എവിടെയാണ് കളിക്കേണ്ടത്, എന്താണ് നമ്മുടെ പർപ്പസ്, ഇതിലൊരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ നോക്കുക. സോ അതിനനുസരിച്ച് നമ്മുടെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളെയും നമ്മൾ തിരഞ്ഞെടുക്കുക. ആ കാര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യുക, നെറ്റ്വർക്കിനെ നമ്മൾ ബിൽഡ് ചെയ്യുക, പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പർലി ബ്രാൻഡ് ചെയ്യുക, പ്രോപ്പർലി പ്ലേസ് ചെയ്യുക. ഇത് കോഴ്സ് കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ഏത് കമ്പനിയും ഗ്രോ ചെയ്യുന്നതിന് ഒരു സിഇഒയുടെ എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് നേഷന് മുന്നോട്ട് പോകുന്നതിന് അതിൻ്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഏതൊരു സെൽഫും ഗ്രോ ചെയ്യുന്നതിന് ഞാനെന്ന സിഇഒ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആളാണ്. സോ യു ഷുഡ് ബി യുവർ സിഇഒ ആൻഡ് ആക്ട് ഇറ്റ് ഔട്ട്. അപ്പോഴേ നമുക്കത് ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ ഏർലി യു റിയലൈസ് ദിസ്, ഏർലി യു സ്റ്റാർട്ട് ടേസ്റ്റിംഗ് സക്സസ്. അപ്പോൾ അതിനുള്ള ഒരു ടൂളാണ്, ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ബുക്ക്. അപ്പോൾ അത് ബുക്ക് മാത്രമാണോ? അല്ല. കാരണം എന്താ, എന്തൊക്കെ ടെക്നോളജി പോസിബിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത് ഉപയോഗിക്കണമെന്നുള്ളതാണല്ലോ. നമ്മൾ ചുമ്മാ വർത്തമാനം പറഞ്ഞാൽ പോലല്ലോ അല്ലേ, നമ്മളും അത് പ്രാക്ടീസ് ചെയ്യണം. സോ വി സ്റ്റാർട്ടഡ് യൂസിങ് AI അറൗണ്ട് ദിസ് ബുക്ക്. അപ്പം ഒരു ബുക്ക് ഉണ്ടാവുന്നു, അതിന് കണക്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോൾ ഉണ്ടാവുന്നു. സോ ദിസ് ഇസ് ആക്ച്വലി എ സോൾ വിത്ത് എ ബുക്ക് വിച്ച് ക്യാൻ ഹെൽപ്പ് എവറി ആംബിഷ്യസ് ഇൻഡിവിജ്വൽ ഇൻ ദ വേൾഡ്, വിച്ച് ക്യാൻ ഹെൽപ്പ് എവറി ആംബിഷ്യസ് ഇൻഡിവിജ്വൽ ടു ബി സക്സസ് ഇൻ ദെയർ ലൈഫ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ, അതായത് ഒരു എവറി ഇൻഡിവിജ്വൽ ഷുഡ് കൺസിഡർ ഹിംസെൽഫ് ആസ് എൻ ഓർഗനൈസേഷൻ. അതിൻ്റെ CEO ആണ് എന്ന രീതിയിൽ ഒരു ചെറിയൊരു എന്താ വേണ്ടേ, അറിയാത്തവർക്കൊരു ചെറിയ ടെക്നിക്ക്. നേരത്തെ ദീപ ചോദിച്ചല്ലോ ക്ലാരിറ്റി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം വന്നാൽ അത് എനിക്ക് റൈറ്റ് ആണോ റോങ് ആണോ എന്നെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് 4 തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ഒന്ന് പ്ലെയിൻ സൈറ്റ്, ഒന്ന് ഹിൻ സൈറ്റ്, ഒന്ന് ഇൻസൈറ്റ്, 4ാമത്തെ ഫോർ സൈറ്റ്. പ്ലെയിൻ സൈറ്റ് നമുക്കൊക്കെ അറിയാം, നമ്മൾ കാണുന്നതാണ് പ്ലെയിൻ സൈറ്റ്. ഹിൻ സൈറ്റ് പലപ്പോഴും നമ്മളുടെ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. നമുക്ക് പാസ്റ്റിലത്തെ എക്സ്പീരിയൻസ്, മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടത്, അതെല്ലാം നമ്മൾ പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പലരോടും ചോദിക്കുമല്ലോ, പിയർ ഗ്രൂപ്പിൽ ചോദിക്കും, നമ്മുടെ പാരൻസിനോട് അങ്ങനെ ചോദിക്കും. അതിനെ നമുക്ക് ഹിൻ സൈറ്റായിട്ട് കാണാം. ഇനി ഉള്ളത് ഇൻസൈറ്റ്. ഇൻസൈറ്റ് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ വായനയിൽ നിന്ന്, നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ അതിനെ അനലൈസ് ചെയ്ത് അപഗ്രഥിച്ചിട്ട് നമുക്ക് ഒരു ഉൾക്കാഴ്ചയുണ്ടാവും. പല കാര്യങ്ങളിലും നമുക്ക് പറയാറില്ലേ, എനിക്കത് തോന്നി, സോ ഐ ഡിഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് റൈറ്റ്. അതാണ് ഇൻസൈറ്റ്. ഈ 3ഉം ചേർന്ന ഒരാൾക്കാണ് ഫോർ സൈറ്റ് ഉണ്ടാവുന്നത്. വിത്തൗട്ട് ദീസ് 3 യു ഡോണ്ട് ഹാവ് ഫോർ സൈറ്റ്. അപ്പോൾ നമുക്ക് വിഷണറി എന്ന് പറയില്ലേ, നമുക്ക് ഫ്യൂച്ചറിനെ ഒരു പരിധി വരെ കാണാൻ സാധിക്കുന്നു. അതനുസരിച്ച് നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നു. കോവിഡ് തുടങ്ങുന്നതിന്, ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാനും പ്രവീണും കൂടി ഉണ്ടായ ഒരു സംസാരം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ 2 പേരെയും ഹെൽപ്പ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ആണ് തോന്നുന്നു ലൈഫോളജി ഏറ്റവും അധികം ഓൺലൈൻ പ്രോഗ്രാംസുമായിട്ട് മുന്നോട്ട് പോയത്. അന്ന് ഓൺലൈൻ പ്രോഗ്രാംസ് ആരും ആലോചിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പ്രവീണിൻ്റെ ഓർഗനൈസേഷൻ ഓൺലൈനിൽ ഭയങ്കരമായി ആക്റ്റീവായി കുറേ അധികം സെമിനാറുകൾ ചെയ്തു. അതൊരു 8-10 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന സെമിനാറുകൾ ചെയ്തു. അപ്പോൾ ഈ 4 സൈറ്റ് എല്ലാ ആളുകളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവണം, അതിനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ തീരുമാനത്തിനെ ബാധിച്ചിട്ടുണ്ടോ
എന്നനുസരിച്ച് വേണം നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ ജീവിതത്തിൽ. ഓക്കെ, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് സോളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത ഒരാളാണല്ലോ. അപ്പം നമ്മുടെ ലൈഫിൽ ഇതിനകത്ത് മോട്ടോയെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ലാരിറ്റിയാണ് അതിനകത്ത് ഏറ്റവും നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ക്ലാരിറ്റിക്കകത്ത് റൈറ്റ് യുവർ മോട്ടോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇരുന്നിട്ട് എൻ്റെ ലൈഫിൻ്റെ മോട്ടോ എന്താണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ലൈഫിൻ്റെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവാണ്. പക്ഷേ ഞാൻ എൻ്റെ മോട്ടോ ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ എഴുതിയത്. ആൻഡ് അത് ഞാൻ എഴുതിയത് ഇൻ 3 words ആണ്. കാരണം മോട്ടോ ഷുഡ് ബി നമുക്ക് ടീഷർട്ടിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം മോട്ടോ എന്ന് പറയുന്നത്. വലിയ പാരഗ്രാഫ് ആവാൻ പാടില്ല. അപ്പോൾ എൻ്റെ മോട്ടോ ഒരു 3 words പറയുകയാണെങ്കിൽ മേക്ക് ലൈഫ് മീനിങ് ഫുൾ. ഇതാണ് എൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. അത് എൻ്റെ ലൈഫ് മാത്രമല്ല മറ്റുള്ള ലൈഫ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നമ്മുടെ 369 എന്ന കോൺസെപ്റ്റിൽ ഞാനൊരു 6 seconds ഇഫ് യു ഹാവ് ടു ടെൽ മീ വാട്ട് ഈസ് യുവർ മോട്ടോ ഇൻ 3 words എന്തായിരിക്കും, അത് വെച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വാട്ട് ഈസ് യുവർ ലൈഫ്സ് മോട്ടോ? ഇപ്പം ഞാനൊരു 3 words ഞാൻ പറഞ്ഞത്. മേക്ക് ലൈഫ് മീനിങ് ഫുൾ. കുഡ് ബി മൈ ലൈഫ്, others' life that I'm touching. So in your life, what is your motto? I'll give you 6 seconds to think. 9 എനിക്കൊരു റെലവൻസ് ഇപ്പം ഇവിടെ പറ്റുന്നില്ല. 369 3ഉം 6ഉം എടുത്തിട്ട് give me your motto in 3 words and I'll give you 6 seconds to think. Are you ready? Yeah. Okay. 1, 2, 3, 4, 5, 6. പ്രവീൺ, അജയ് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട്, പറഞ്ഞോളൂ. അതൊന്നു 3-word motto in your life. ത്രീയിൽ നിൽക്കുമെന്നറിയില്ല. ത്രീയിൽ നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇൻസ്പയർ പീപ്പിൾ ടു ലിവ് മീനിങ് ഫുൾ ലൈഫ്സ്. Okay, again there is meaning in that. Meaning is very important. Certainly. 2 കാര്യങ്ങൾ പറയാം. ഡിറ്റാച്ച്ഡ് വൈൽ അറ്റാച്ച്ഡ്. Wow. Detached while attached. Such a deep one. So നമുക്ക് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ മൂവ് ഓൺ ചെയ്യുക. നോട്ട് വൺസ് ഹാവ് വി സാറ്റ് ആൻഡ് തോട്ട് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, നമ്മുടെ മോട്ടോ എന്താണെന്നുള്ളത്. സോ താങ്ക് യു ഫോർ ഗിവിങ് അസ് ദിസ് വണ്ടർഫുൾ ടൂൾ, ഫോർമുല, പ്രോഗ്രാം ഫോർ നമ്മളെ ലൈഫിൻ്റെ ഒരു മീനിങ് ഇല്ലാത്തൊരു ലൈഫ് ഇസ് എക്സിസ്റ്റ് ജസ്റ്റ് സർവൈവിംഗ് എന്നേ പറയാൻ പറ്റും. അപ്പോൾ അത് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹോസ്റ്റ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ സക്സസ് 369. ദീപ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി ആവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഹോസ്റ്റ് എന്ന് പറയാൻ അറിയില്ല, ഞങ്ങളും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ 3 പേര് കൂടി ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങി വെച്ചിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദീപയുടെ കൂടെയും പ്രവീണിൻ്റെ കൂടെയും. ശരിക്കും സന്തോഷം നമ്മുടേതാണ് ഡെഫിനറ്റ്ലി. പക്ഷേ യെസ്, ഇനിയും ഇത് സക്സസ് 369 ലൈഫിൽ സക്സസ്ഫുൾ ആയ പലരുടെ കഥകളും അവരുടെ മോട്ടോ, അവരിൽ നിന്നും ക്ലാരിറ്റി എന്താണ്, കോൺഫിഡൻസ് എന്താണ്, കറ്റാലിസിസ് എന്താണ്, ഇതൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ആൻഡ് ലെറ്റ് ദ ജേർണി സ്റ്റാർട്ട് ബിഗിൻ. താങ്ക് യു.